പ്രൈം ഡിബേറ്റിൽ ഇന്ന് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ കെ എം അഭിജിത്ത്, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ അഭിജിത്ത്, ഇതിപ്പോൾ CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം അങ്ങനെയാണ്. CPM-ന്റെ സംസ്ഥാന സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് അത് കീഴ്ഘടകങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെയാണല്ലോ ജില്ലാ കമ്മിറ്റികളിൽ ഈ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ചില കമ്മിറ്റികളിൽ നിന്ന് എതിർസ്വരം വരുന്നത്, ഇപ്പോൾ ചർച്ച ചെയ്ത ഏതാണ്ട് എല്ലാ കമ്മിറ്റികളിൽ നിന്നും ഇത്തരത്തിലുള്ള എതിർസ്വരങ്ങൾ വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ. കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടിനെയാണ് വിമർശിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി, ശൈലി തിരിച്ചടിയായി, മൈക്കിനോടുള്ള ധാർഷ്ട്യം തിരിച്ചടിയായി തുടങ്ങിയ കാര്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനൊരു ഏകീകൃത സ്വഭാവവും വന്നിട്ടുണ്ട്. മിക്കവാറും ജില്ലാ കമ്മിറ്റികളിൽ ഒരേ സ്വഭാവത്തിലുള്ള വിമർശനങ്ങളാണ് വന്നിട്ടുള്ളതും. ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? ഇത് മുൻപ് പതിവില്ലാത്ത ഒന്നാണ്. അത് ഞാൻ പറഞ്ഞത് പിണറായി വിജയനെതിരെ പതിവില്ലാത്ത ഒന്നാണ്. ജോഷി, ഇത് കപ്പിത്താൻ എന്നും ക്യാപ്റ്റൻ എന്നും കാരണഭൂതനെന്നും ദൈവം നൽകിയ, കേരളത്തിന് നൽകിയ വരദാനമെന്നൊക്കെ പാടി നടന്ന പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന CPM CPI കമ്മിറ്റികളിൽ എടുത്തിട്ട് അലക്കുന്ന കാഴ്ചയാണ് ദൃശ്യ പത്രമാധ്യമങ്ങളിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹം കാണുന്നത്. അത് അവിടെ മാത്രമല്ല, ഇപ്പൊ ഇന്നലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് ചാഴിക്കാടൻ, ഒരു സ്ഥാനാർത്ഥി അടക്കം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചു എന്നുള്ള വാർത്തകൾ നമ്മൾ കാണുകയാണ്. അപ്പൊ മേജഷു പറഞ്ഞ പോലെ ഇതിപ്പോ കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് കേരളത്തിലെ CPM ചോദ്യം ചെയ്യാൻ പോലും ആരുമില്ല എന്ന് ആളുകൾ, വാഴ്ത്തുപാട്ടുകാർ പാടി നടന്ന പിണറായി വിജയനെതിരെയുള്ള ചില പരാമർശങ്ങൾ വന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കുകയാണ്, ഈ പരാമർശങ്ങൾ പറഞ്ഞ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നാകും. കാരണം CPM-നെ സംബന്ധിച്ച് അടുത്ത കാലങ്ങളിലൊന്നും അതിലെ ജനാധിപത്യ സ്വരങ്ങളെ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോൾ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വടകരയിൽ പാർട്ടിയെ തിരുത്താൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഒടുവിൽ 51 വെട്ടുവെട്ടി ആ മനുഷ്യനെ കൊന്നുകളയുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷവും ആ മനുഷ്യന്റെ ഓർമ്മകളെ ഇല്ലാതാക്കുന്ന സാഹചര്യം. ഏറ്റവും ഒടുവിൽ നോക്കൂ, അദ്ദേഹത്തിന്റെ കൊലപാതക കേസിലെ പ്രതികളെ വിട്ടയക്കാൻ പാടില്ല, പരോൾ അനുവദിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പോലും പറയുന്നിടത്ത് ആ പ്രതികൾക്ക് പരോൾ അനുവദിക്കാനുള്ള നടപടികളൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ ചില ഗ്രൂപ്പുകളിൽ നിന്ന് മാത്രത്തിലുള്ള ഒരു നറേറ്റീവ്, അങ്ങനെ ഒരു പ്രചാരണം വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷായിളവ് നൽകുന്നതിനുള്ള ഒരു നീക്കം നടക്കുന്നത്, അത് ഇത്തരത്തിൽ പിണറായി വിജയനെതിരെയുള്ള വിമർശനം ഉയരുന്നുണ്ട്. അവർക്കുള്ളൊരു താക്കീതായിട്ട് കാണണം, അല്ലാതെ അവരെ വിട്ടയക്കാൻ പോലും ഒന്നുമല്ല. വിമർശിക്കുന്നത് കൊള്ളാം, കരുതിയിരിക്കുക എന്ന ഒരു താക്കീതാണെന്ന്. പക്ഷെ അങ്ങനെ ഒരു രീതിയിലേക്ക് ആ ഒരു വാദത്തെ കൊണ്ടുപോകുന്നത് അത് ആരോഗ്യകരമായ ഒരു കാര്യമാണോ? ആര് വിമർശിച്ചാലും അവർക്കെതിരെ പിണറായി വിജയൻ ഇത്തരത്തിൽ പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രചാരണം നടത്തുകയല്ലേ അത്? അല്ല, നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അവർ ശ്രദ്ധിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അവരെന്തെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ അവിടെ കൂട്ടിയുന്നില്ല. അവരൊക്കെ ശ്രദ്ധിക്കണം. കാരണം മുൻ അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മൾക്കിടയിൽ ഉണ്ടാകുമായിരുന്നല്ലോ. എന്താ അദ്ദേഹത്തെ അതിക്രൂരമായി കൊല ചെയ്തിട്ടും ആ പക തീരാതെ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടാൻ ഇവർക്കുള്ള പ്രചോദനം എന്താ? CPM-ന്റെ ജനവിരുദ്ധ നടപടികളെ ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിലാണ് TP ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയത്. അത് തന്നെയാണ് നിലവിൽ തുടർന്നു പോരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ, ജനാധിപത്യമൊക്കെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ CPM യോഗങ്ങളിൽ ഉയർത്തുന്ന ആളുകൾക്ക് ആ സംഘടനയെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് പുനരാലോചന നടത്തട്ടെ എന്നത് മാത്രമാണ് എന്റെ വിനീതമായ ഒരു ഓർമ്മപ്പെടുത്തൽ. പക്ഷേ ഇവിടെ മഞ്ജുഷ് ഇപ്പൊ സൂചിപ്പിച്ചല്ലോ, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്താ ചോദ്യങ്ങളെ, ഇത്തരം കാര്യങ്ങളെയൊക്കെ സഹിഷ്ണുതയോടെ നേരിടുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അഭിവന്ദ്യ ഗീവർഗീസ് മാർ കൂർലോസ്, അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അദ്ദേഹം സർക്കാരിനെ തിരുത്താനുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോ അദ്ദേഹത്തെ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എങ്ങനെയാ അഭിസംബോധന ചെയ്ത്? വിവരദോഷി എന്ന് ഇപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതിൽ ഞാൻ ഖേദിക്കുകയാണ്. കാരണം പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിക്കുകയാണ്, ഇടതുപക്ഷ സഹയാത്രികനായ പൊതുസമൂഹത്തിൽ അങ്ങേയറ്റം വില കൽപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വങ്ങളെ പോലും ഇടതുപക്ഷത്തിന്റെ അപജയത്തെ ചൂണ്ടിക്കാണിച്ചത് ശരിയല്ല, ഈ നിലപാട് തിരുത്തണമെന്ന് പറയുന്നവരെ പോലും അദ്ദേഹം എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് അഭിവന്ദ്യ പിതാവിന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിനെ
മുഖാന്തരം എന്താണ് കാത്തിരിക്കുന്നത് എന്ന് കാണേണ്ടി വരും. അത് മറ്റൊരു വശം, അതങ്ങനെ പോകട്ടെ, ഞാൻ സൂചിപ്പിക്കുന്നു. പക്ഷേ പണ്ട് കാലത്ത് എന്തായിരുന്നു, ഇടതുപക്ഷത്തിന്റെ തിരുത്തലുകൾ, ജനവിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കപ്പെടുമ്പോൾ അവിടെ തിരുത്താനുള്ള ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു ഇടതുകക്ഷിയിലെ തന്നെ CPI അടക്കമുള്ള സംഘടനകൾ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അവർക്കൊക്കെ കഴിഞ്ഞ 8 വർഷക്കാലമായി മിണ്ടാട്ടമില്ല. പിന്നെയും അല്പം ഒന്ന് 2-3 ദിവസങ്ങളിലായി നമ്മൾ കാണുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ 2-3 ദിവസമായിട്ട് അവർക്കൊക്കെ ചെറുങ്ങനെ നാവിന് ശക്തി വെച്ച് തുടങ്ങി എന്നത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. എന്തായാലും ഈ ഗവൺമെന്റ് ഇത് വലിയ ജനവിരുദ്ധ ഗവൺമെന്റ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ മഞ്ജുഷ്. ഈ ഗവൺമെന്റ് കേരളത്തിലെ ഞാനും നിങ്ങളും ഇന്ന് ഈ ചർച്ചയിൽ ഇവിടെ പങ്കെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിലടക്കം ഏറ്റവും കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരികയാണ്. ആ കുട്ടികളോട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടെന്താ? എന്തെങ്കിലും തിരുത്താനാണ് സർക്കാർ തയ്യാറായിരുന്നതെങ്കിൽ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ കേരളത്തിന്റെ പൊതുസമൂഹം ജനവിധി നടത്തിയപ്പോ അവർ ആ തിരുത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് CPM-നെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയപ്പോ തങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ ആ ഗവൺമെന്റ് തയ്യാറാകേണ്ട ഒന്നും ഉണ്ടായിട്ടില്ല. ശ്രീ സി ആർ നീലകണ്ഠൻ, ഈ തിരുവായ്ക്ക് എതിർവായില്ല എന്ന സമീപനത്തിൽ നിന്ന് ചില ആളുകളെങ്കിലും പാർട്ടിയിൽ പറയുവാൻ തുടങ്ങി, പാർട്ടിക്കുള്ളിൽ പറയാൻ തുടങ്ങി എന്നതിന്റെ സൂചനയാണോ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് കിട്ടുന്നത്? സംസ്ഥാന കമ്മിറ്റിയിൽ വലിയ രീതിയിലുള്ള വിമർശനമൊന്നും ഉയർന്നതായിട്ട് വിശ്വസിക്കാൻ എന്തായാലും പറ്റുകയില്ല. നേർക്കുനേറുള്ള വിമർശനം ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല. ചില സ്വരങ്ങൾ ഉയർന്നിരിക്കാം. പക്ഷേ ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയൻ നേരിട്ട് പങ്കെടുക്കുന്ന യോഗങ്ങളല്ല, മുതിർന്ന നേതാക്കളാണ് അതിന് നേതൃത്വം നൽകുന്നത്. അവിടെ പക്ഷേ ഇത്തരത്തിലുള്ള എതിർ ശബ്ദങ്ങൾ ഉയർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, അദ്ദേഹത്തിന്റെ ശൈലിക്കെതിരെ, മൈക്കിനോട് പോലും കാട്ടിയ അസഹിഷ്ണുതയ്ക്കെതിരെ. അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ ഈ നേതാക്കൾ പറയാൻ ബാധ്യസ്ഥരായതാണോ? ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പാർട്ടി തന്നെ ഉണ്ടാവുകയില്ല, ജനങ്ങളോട് മറുപടി പറയേണ്ടത് നേരിട്ട് ഞങ്ങളാണ്, ഈ തോന്നലിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു വികാരത്തള്ളലിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് മാത്രമാണോ ഇത്? അല്ലാതെ ഒരു തിരുത്തൽ പ്രതീക്ഷിച്ചുകൊണ്ടോ ക്യാപ്റ്റൻ മാറുമെന്നുള്ള പ്രതീക്ഷയിലോ ചെയ്തതാണെന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു എതിർ സ്വരങ്ങളെ അംഗീകരിക്കുന്ന ഒരു ശൈലിയിലേക്ക് പിണറായി വിജയൻ എത്തിയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അതിനു മുമ്പ് ഒരു അനുഭവം പറയാം. 2011 ആണ് ബംഗാളിൽ CPM അതിശക്തമായ പരാജയം ഏറ്റുവാങ്ങുന്നത്. മമതാ ബാനർജി അവിടെ ഭരണം പിടിക്കുകയാണ്. ആ ഭരണം പിടിച്ച ഘട്ടത്തിൽ ഒരിക്കലും അത് അത്രയും വലിയൊരു വിജയം മമതാ ബാനർജിക്ക് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം CPM-നോട് വല്ലപ്പോഴും ഒരു പഞ്ചായത്തൊക്കെ കിട്ടിയാലായി എന്നല്ലാതെ അതിനപ്പുറത്ത് പോയിട്ടില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവരുടെ ഗതികേടാണ്. ഞാൻ പറഞ്ഞത്, അന്ന് അവിടുത്തെ ഒരു പ്രമുഖനായ ഇടതുപക്ഷ പത്രപ്രവർത്തകൻ അരുന്ധതി റോയ്, നമ്മുടെ ഇവരുടെ കൂടെ മഹേശ്വത ദേവിയുടെ കൂടെയുള്ള ഒരു പ്രവർത്തകൻ, അദ്ദേഹം ബംഗാളിയാണ്, ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ്. അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം ഞാൻ ആദ്യം തുടങ്ങാം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തോറ്റതിന് ഒരു കാരണമേ ഉള്ളൂ കോമ്രേഡ്, ഞങ്ങൾക്കൊരു VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നില്ല എന്ന്. ഞങ്ങൾക്കൊരു VS അച്യുതാനന്ദൻ 2011 കേരളത്തിലും തോറ്റെങ്കിലും കേരളത്തിലെ തോൽവി നമുക്കറിയാം വളരെ ബാലൻസ്ഡ് ആയൊരു തോൽവിയായിരുന്നു. 78, 72, 68 ഒരു ഏത് സംഭവിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു UDF എന്നിട്ട് വന്നിട്ട് പോലും. പക്ഷേ അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്കതിന് കഴിഞ്ഞത് നിങ്ങൾക്കൊരു VS ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എന്താ കാര്യം? ഇത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതൽ ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എപ്പോഴെങ്കിലും അവരുടെ തെറ്റുകൾ തത്സമയം ഓൺലൈൻ തിരുത്താൻ കഴിഞ്ഞു, ഡൈനമിക്കായി തിരുത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ഇപ്പം സ്റ്റാലിൻ ഒരുപാട് കാലം ഭരിച്ചു, പിന്നെ വന്ന ആളുകൾ പറഞ്ഞു സ്റ്റാലിൻ മഹാതെമ്മാടിയായിരുന്നു, തെറ്റായിരുന്നു. അവരെ ചോദ്യം ചെയ്യാൻ പോലും ആരും ഉണ്ടായില്ല. അത് പ്രസിദ്ധമായ കഥയാണ്. നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നീ ആരാന്ന് ചോദിച്ചപ്പോൾ അയാളെ പിന്നെ കണ്ടിട്ടില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ദുരന്തമാണ്. ഇപ്പം ഇത് പറഞ്ഞാൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ പറയും ഞങ്ങളെല്ലാ ബ്രാഞ്ച് സമ്മേളനം, ഞങ്ങൾ ജില്ലാ ഏരിയ സമ്മേളനം, ലോക്കൽ സമ്മേളനങ്ങളൊക്കെ നടത്തി എല്ലാ തെറ്റും ഓരോ 3 വർഷവും ചെയ്യും, കോൺഗ്രസ്സുകാരത് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം വരും. ഈ സമ്മേളനങ്ങളൊക്കെ CPSU ചെയ്തിരുന്നു. ഈ സമ്മേളനങ്ങളുടെ റുമേനിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചെക്കോസ്ലാവേക്കിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒക്കെ അത് ചെയ്തിരുന്നു. 3 വർഷം കൂടുമ്പോഴേ ഈ പണിയൊക്കെ കോൺഗ്രസ്സൊക്കെ എന്നിട്ട് എവിടെ എത്തി? എന്താ കാര്യം? ഈ കമ്മിറ്റികളിലുള്ള വിമർശനം ഒരിക്കലും പാർട്ടിയെ തിരുത്തുന്ന ഒന്നായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മളത് കാണണം. VS ഈ പാർട്ടിയെ എപ്പോഴെങ്കിലും തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിന്റെ കൂടെ നിന്നാണ്. VS എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, VS ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പാർട്ടിയെ തിരുത്തുകയാണ്, പാർട്ടിയെ മുമ്പോട്ട് പോവുകയാണ്.
അതാണ് VS ഉണ്ടായിരുന്ന സ്വീകാര്യത. 2016 തെരഞ്ഞെടുപ്പിൽ അവസാനം അദ്ദേഹം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ പോലും VS-ന്റെ പടം വെച്ചാണ് പിണറായി അടക്കം വോട്ട് പിടിച്ചത്. VS-നെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞ M സ്വരാജ് അടക്കം വോട്ട് പിടിച്ചത് VS-ന്റെ പടം വെച്ചാണ്. എന്താ കാര്യം? അതൊരു സേഫ്റ്റി വാൽവാണ് എന്ന് വേണമെങ്കിൽ വിമർശകർക്ക് പറയാം. പക്ഷെ മറുവശത്ത് പാർട്ടി തെറ്റ് ചെയ്യുന്നു എന്ന് പബ്ലിക്കിലേക്ക് കൂടി പറയുകയും പബ്ലിക്കിന്റെ ഒരു തിരുത്തലുകൾ വരികയും ചെയ്യുക, അത് പാർട്ടിയുടെ ഒരു ധ്രുവത്തിൽ നിന്നാണ്. ഇപ്പോൾ മഞ്ജുഷി ചോദിച്ച ചോദ്യം, പിണറായി വിജയൻ മാറുമോ? ഞാൻ പിണറായി വിജയൻ എന്ന വ്യക്തിയല്ല കാണുന്നത്, ഇതൊരു സംവിധാനമാണ്. ഇനി ഇതിനൊരു എതിർ ധ്രുവം, രണ്ട് ധ്രുവങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു ആധുനിക ജനാധിപത്യത്തിൽ അതുള്ളതാണ്. എല്ലാ പാർട്ടിയിലുണ്ട്, ലോകത്തിലെ ഏത് പാർട്ടിയിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നുമല്ല, ഒളിവിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, ഒളിഞ്ഞിരുന്ന് നടത്തുന്ന പ്രവർത്തനമൊന്നുമല്ല. അന്നത്തെ ഒരു സംഘടനാ ശൈലി, ലെനിനിസ്റ്റ് സംഘടനാ ശൈലി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവാനും കഴിയില്ല, ഒരു ഒളിപ്രവർത്തനം നടത്തുന്ന. ഇന്ന് ഏത് ജനാധിപത്യ പാർട്ടിയെയും പോലും ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ജനാധിപത്യ പാർട്ടികൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് എത്രയൊക്കെ നശിച്ചു പോയിട്ടും കോൺഗ്രസിന് ഇപ്പോൾ എന്താ UP-യിൽ തിരിച്ചു വരാൻ പറ്റിയത്? കുറെയെങ്കിലും എന്തുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നിലനിൽക്കുന്നത്? അവർ ഇലക്ഷൻ ചിലപ്പോൾ തോറ്റിട്ടുണ്ടാവാം, പക്ഷേ കോൺഗ്രസ് നിലനിൽക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയ സ്ഥലത്ത് പിന്നെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അതാണ് പ്രശ്നം. അത് ലോകത്ത് അങ്ങനെയാണ് എവിടെയായാലും. അതിന് കാരണം ഈ പറഞ്ഞ എതിർ ധ്രുവങ്ങൾ, പാർട്ടിക്കകത്ത് തന്നെയുള്ള സംവാദങ്ങൾ ശക്തിപ്പെടുക, അതിൽ ജനങ്ങൾ പാർട്ടിയെ തിരുത്തി. 2006 VS-ന് സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞു, ജനങ്ങൾ തെരുവിലിറങ്ങി VS-ന് സീറ്റ് കൊടുക്കേണ്ടി വന്നു. 2011 അതുപോലെ സീറ്റ് കൊടുക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ പോലും ജനങ്ങൾ നേരിട്ട് ഇടപെടുന്ന, സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ജനങ്ങൾ നേരിട്ട് ഇടപെടുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥ. അമേരിക്കയിലൊക്കെ അങ്ങനെയാണല്ലോ, പ്രൈമറിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ലേ അവിടെ ഗവർണർമാരായും പ്രസിഡന്റായും ഒക്കെ വരുന്നത്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു ജനാധിപത്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോകാൻ കഴിയുമോ എന്ന വലിയ ചോദ്യമാണ് ഇവിടെയുള്ളത്. പഴയ ലെനിനിസ്റ്റ് ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ നേരത്തെ മഞ്ജുഷ് ചോദിച്ച ചോദ്യം, ഏതെങ്കിലും കമ്മിറ്റിയിൽ ഇരുന്ന ഒരാൾ കൈയും കാലും പൊക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു കഥയില്ല. കാരണം ഇത് നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞു നമുക്കെങ്ങനെ അറിയും? ഞാനെങ്ങനെ വിശ്വസിക്കുന്നു? ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികൻ ചോദിച്ചാൽ ജില്ലാ കമ്മിറ്റി പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞേ, ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇതിനെ ഹഷപ്പ് ചെയ്യാൻ കഴിയും. മാത്രമല്ല പാർട്ടിയിൽ ഒരധികാര കേന്ദ്രം എന്ന് വന്നിടത്തെല്ലാം ഇത് പൊളിഞ്ഞു പാളീസായിട്ടുണ്ട്. നേരെ മറിച്ച് ഞാൻ പറയുന്ന ഇപ്പോഴും ഒരു വൈരുദ്ധ്യം. ഇനി ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് ഞാൻ കാണുന്നത്, സീതാറാം യെച്ചൂരി കേരളത്തിൽ വന്ന് ഈ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഇരുന്നു. അദ്ദേഹത്തിന്റെ ശരീരഭാഷ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. ഇതിനു മുമ്പൊക്കെ പിണറായി വിജയൻ മാറുമോ, പിണറായി വിജയൻ തിരുത്തുമോ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന ഒരു മറുപടി, ദ സ്റ്റേറ്റ് വിൽ ഡിസൈഡ്, എനിക്കതിൽ സെൻറ്ററിന് പങ്കില്ല എന്ന്. ഇത്തവണ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. PB മെമ്പറാണ് പിണറായി വിജയൻ, അപ്പോൾ അദ്ദേഹത്തെ തിരുത്താൻ PBക്ക് അവകാശമുണ്ട്, കേന്ദ്ര കമ്മിറ്റിക്ക് അവകാശമുണ്ട്. ഇത്തവണ അദ്ദേഹം പറഞ്ഞില്ല. അതിനൊരു കാരണമുണ്ട് മഞ്ജുഷ്. ഇത്തവണ പാർലമെന്റിൽ പോയ 4 CPM അംഗങ്ങളുണ്ട്. അതിൽ 3 പേരും പിണറായിയുടെ നിലപാടിന് എതിരായിട്ടുള്ള ആളുകളാണ്. എന്താ കാര്യം? കോൺഗ്രസുമായിട്ടുള്ള ബന്ധം. പിണറായി ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് കുഴപ്പം, കോൺഗ്രസ് BJP അല്ല, കോൺഗ്രസ് ആണ് കുഴപ്പമെന്നാ. അപ്പോൾ ഇപ്പോഴും പറയുന്ന സ്റ്റഡി ക്ലാസ് അതാ. പക്ഷേ തമിഴ്നാട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കോ രാജസ്ഥാനിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കോ യെച്ചൂരിയുടെ അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക. യെച്ചൂരി പറഞ്ഞ അഭിപ്രായം. കാരണം എന്താ? കോൺഗ്രസുമായി യോജിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുക. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്ത് പോലും തെരഞ്ഞെടുപ്പിന് പോകാതിരുന്നത്. ഇദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ പോയി പറയാൻ പറ്റുമോ? രാജസ്ഥാനിൽ പോയി പറയാൻ പറ്റുമോ? അതിന് കാരണം അപ്പോൾ പ്രശ്നം അത് തന്നെയാണ്. കേന്ദ്ര കമ്മിറ്റിക്ക് ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ ഇതിനെ മറികടക്കാൻ അധികാരമുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിന്റെ വിമർശനം വരുമോ? ഇതിനു മുമ്പൊന്നും അതില്ല. VS ചിലപ്പോൾ ഉയർത്തിയപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. VS കേന്ദ്ര കമ്മിറ്റിക്ക് 100ഓളം കത്തുകൾ അയച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടത്, എനിക്കറിയില്ല, പല കത്തുകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കേന്ദ്ര കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമോ? ചർച്ചയ്ക്ക് വന്നാൽ കേന്ദ്ര കമ്മിറ്റി എന്ത് നിലപാടെടുക്കും, മറ്റവരെന്ത് നിലപാടെടുക്കും? അങ്ങനെ കേന്ദ്രീകൃതമായ ഒരു സംഘടനാ സംവിധാനത്തിൽ എന്തെങ്കിലും തിരുത്തൽ വരും എന്ന പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി പറഞ്ഞുകൊണ്ടൊന്നും ആ പോയിന്റ് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കാരണം യെച്ചൂരി കുറച്ചുകൂടി ശക്തനായി 4-ൽ 3 പേർ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരാണ്. പിണറായി അനുകൂലിക്കുന്ന ആളുകളായിരിക്കുകയില്ല. തമിഴ്നാട്ടിലെ 2ഉം രാജസ്ഥാനിലെ 1ഉം, കേരളത്തിലെ ഒരു കനൽത്തരി മാത്രം പിണറായിക്കൊപ്പം. ഈ ഒരു പോയിന്റ് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതുകൊണ്ട് ജില്ലാ കമ്മിറ്റികളിൽ വലിയ വിശ്വാസമൊന്നും വേണ്ട, അങ്ങനെ ഒരു വിമർശനം അവിടെ തന്നെ നിന്നോളും. പക്ഷേ ഈ ക്യാപ്റ്റനെതിരായിട്ട് പാർട്ടിയിൽ ഒന്നും ഉണ്ടാവുകയില്ല എന്ന്
വിചാരിച്ചിരിക്കേണ്ട എന്ന്. അതിന് ഈ ഒരു സാധ്യത മാത്രമാണ് CR കാണുന്നത്. താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് ഒരുപക്ഷെ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് ഇവിടെ ഒരു അധികാര തുടർച്ച CPM-ന് നൽകിയത് ശ്രീ പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോഴാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തന്നെയുമല്ല, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശ്രീ സീതാറാം യെച്ചൂരിയുടെ പക്ഷം പറയുന്ന ആൾക്കാർ ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റിയിൽ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൽ കൂടുതലായിട്ട് വരുമ്പോൾ പോലും CPM-ന് അധികാരം അവശേഷിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം എന്ന ക്രെഡിറ്റ് കേരളത്തിനാണ്. ആ ക്രെഡിറ്റ് ശ്രീ പിണറായി വിജയനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2021 ഒരു വലിയ മികച്ച വിജയം നേടിയിരിക്കുന്ന ഒരാളിനെ ഏതെങ്കിലും രീതിയിൽ തിരുത്തുന്നതിനോ അല്ലെങ്കിൽ ഇപ്പോൾ പലരും ആവശ്യപ്പെടുന്നത് പോലെ അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്തതിനോ മുൻപ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഒന്നല്ല പലവട്ടം ആലോചിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, CPM-നെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യം അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകണോ അതോ അവർ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും പാഠം ഉൾക്കൊള്ളണോ എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിലെ ഘടകത്തിനെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ, ത്രിപുര എന്നീ പാഠങ്ങളൊന്നും തന്നെ അവർക്ക് വലിയൊരു പഠന വിധേയമാകേണ്ടുന്ന വിഷയങ്ങളല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അധികാരമുണ്ട്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അതുണ്ട്. 2021 പരാജയം ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ 2019 പരാജയം ഉണ്ടായിരുന്ന സമയത്ത് പോലും ലോക്കൽ ബോഡി ഇലക്ഷൻസിലാണെങ്കിലും പിന്നീട് നടന്നിരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലാണെങ്കിലും അവർ തിരിച്ചു വന്നതാണ്. പക്ഷേ CPM-ന്റെ കേന്ദ്ര ഘടകത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സുപ്രധാനമായി ഒരുപക്ഷെ കേരളത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ബംഗാളും അവർക്ക് നഷ്ടപ്പെട്ടു, തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നില്ല. ത്രിപുരയിലും അതേ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാതൃകയിലേക്ക് കേരളവും പോകുന്നുണ്ടോ, അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഭരണം കൂടുതൽ ജനകീയമാകേണ്ടതുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യത്തിനെയും കൃത്യമായ രീതിയിലുള്ള ഒരു ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രമേ CPM-ന് ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇനിയിപ്പോ ഇദ്ദേഹം മാറണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശൈലി മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന്, നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ ശൈലി മാറ്റുക എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ശീലിച്ചു വന്നിരിക്കുന്ന രീതിയിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് അദ്ദേഹം പോകുക എന്ന് പറയുന്നതൊന്നും തന്നെ എളുപ്പമല്ല. പിന്നീട് ചെയ്യാൻ പറ്റുന്നത് പാർട്ടിയുടെ സമീപനത്തിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ നയപരിപാടികളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. ഇപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാലും ജയിക്കുന്ന സമയത്തെല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് ക്യാപ്റ്റന് നൽകുകയാണ്. നേരെ മറിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ക്യാപ്റ്റൻ തന്നെ ഇടപെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പറയുമ്പോൾ അതിൽ ഉണ്ടാകുന്ന പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് ആരുമില്ല. അപ്പൊ ജയിക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ, തോൽക്കുന്ന സമയത്ത് ക്യാപ്റ്റനോ കോച്ചോ ആരും തന്നെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥ CPM-ൽ നിലവിലുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നേതൃത്വം മാറണം അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ ശൈലിയെങ്കിലും മാറണം എന്ന് പറയുന്ന ഒരു മുറവിളി CPM-ൽ നിന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ CPI-യിൽ നിന്ന് വരുന്നുണ്ട്, മറ്റു പല ഘടകകക്ഷികളിൽ നിന്ന് വരുന്നുണ്ട്. ഇവരെല്ലാവരും ഇതിന് ആസ്പദമായിട്ട് ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ കേരള സർക്കാരിന്റെ പ്രശ്നമാണ്. അല്ലാതെ ഒരിക്കലും ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു നയത്തിനെ എതിർക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരു കുറ്റസമ്മതം ഇവർക്കില്ല. ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമമായിക്കോട്ടെ, കർഷക നിയമമായിക്കോട്ടെ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഇലക്ട്രൽ ബോണ്ടോ അങ്ങനെയുള്ള ഏത് വിഷയവുമായിക്കോട്ടെ, അതിലൊന്നും തന്നെ പ്രതികരിക്കാനായിട്ട് CPM-ന് സാധിച്ചില്ല എന്നുള്ള ഒരു അതിൽ എതിർവാദമുണ്ട്. ശ്രീ പണിക്കർ, അതിൽ ഈ പിണറായി വിജയനെ അനുകൂലിക്കുന്ന വാദങ്ങളും ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നുവല്ലോ. മുഖ്യമന്ത്രി അങ്ങനെ വിമർശിക്കേണ്ട എന്ന് പറയുന്നവർ, അവർ ഉന്നയിക്കുന്ന വാദം കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമൊന്നും പ്രകടമായിട്ടേ ഇല്ല, മറിച്ച് കേന്ദ്രത്തിൽ BJP വിരുദ്ധ ഒരു സർക്കാർ വരണം, അതിന് നേതൃത്വം വഹിക്കേണ്ടത് അത് കോൺഗ്രസിനാണ്, അതിന് കൂടുതൽ യോജിച്ച ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുക എന്ന ഒരു വികാരം ജനങ്ങളിൽ ഉണ്ടായി. അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നേ ഉള്ളൂ എന്ന് അത് നേതാക്കളും പറയുന്നതാണ്. പാർട്ടിയുടെ വിലയിരുത്തലായിട്ട് ഔദ്യോഗികമായി തന്നെ പുറത്തു വരുന്ന കാര്യവും അത് തന്നെയാണ്. അതാണ് സംഭവിച്ചത്. ഭരണവിരുദ്ധ വികാരം എന്തായാലും മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയായിരുന്നുവല്ലോ. അല്ല, അവിടെ ആ ഒരു വാദത്തിലേക്ക് പോകുന്നതിലൊരു പ്രശ്നമുണ്ട്. കാരണം 2019 തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായിരുന്ന സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം പല പരസ്യവേദികളിലും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലും ഒക്കെ തന്നെ അദ്ദേഹം പറഞ്ഞത് അന്ന് CPM-ന് വലിയ പരാജയം ഉണ്ടാകാനുള്ള കാരണം കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നും അത് കോൺഗ്രസ് നയിക്കുന്ന ഒരു സർക്കാരാണ് അതിന്റെ ബദൽ എന്നതുകൊണ്ട് കൂടുതലായിട്ട് അവിടേക്ക് വോട്ട് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു മുൻകാല പാഠം മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് എങ്കിൽ നമുക്ക് ഒന്നിച്ച് ഇന്ത്യ സഖ്യമായിട്ട് ഇവിടെ പ്രവർത്തിക്കാം എന്ന രീതിയിലേക്ക് CPM ചിന്തിക്കാതിരുന്നത് എന്താണ്? അപ്പൊ ഇന്ന് ഈ അഭിപ്രായം പറയുന്ന ആൾക്കാർ ആരെങ്കിലും നമുക്ക് ഒന്നിച്ച് ഒരു 10 സീറ്റുകൾ വീതം വീതിച്ചെടുത്തതിന് ശേഷം ഘടകകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മത്സരിക്കാം, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ 18-1-1 അല്ലല്ലോ 20-0 തന്നെ വരുമായിരുന്നു. പക്ഷെ അതിനു വേണ്ടിയിട്ട് ആരും പോയില്ല.
എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിരുന്ന കോൺഗ്രസ് അനുകൂല ഘടകം അവിടെ ഉണ്ടെങ്കിൽ അതിനെ തിരുത്താനായിട്ട് ഇത്തവണ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നുള്ള ഒരു മുദ്രാവാക്യം മുന്നിൽ വെച്ച് അവർ മത്സരിക്കാനായിട്ട് പോയത്. അപ്പൊ അങ്ങനെ മത്സരിക്കുകയും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതില്ല എന്ന് പറയുകയും കോൺഗ്രസിന്റെ ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കണ്ട രാഹുൽ ഗാന്ധിക്കെതിരെ പോലും പരസ്യമായിട്ട് പ്രസംഗത്തിൽ അദ്ദേഹത്തിനെ വിമർശിക്കാൻ തയ്യാറായിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം വന്നപ്പോൾ കോൺഗ്രസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റൊരു പ്രതിപക്ഷ ബദലിന്റെ ഒരു സാധ്യത CPM ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സംഘടനാ ദൗർബല്യം ഉണ്ടായതായിട്ട് ഇവർ ഒരു സമയത്തും പറയുന്നില്ല. ദേശീയ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എതിർക്കാനായിട്ടുള്ള ദൗർബല്യം നമുക്കുണ്ടായി എന്ന രീതിയിലേക്ക് അവർ പറയുന്നില്ല. പലപ്പോഴും കേന്ദ്ര നയത്തിനെ എതിർക്കുന്നതിന് വേണ്ടി ആ സമരത്തിന്റെ ശക്തിയിലൊക്കെ തന്നെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ മുഖ്യമന്ത്രി അടക്കം ഡൽഹിയിൽ പോയി ക്യാമ്പ് ചെയ്ത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ മത്സരിച്ചതാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് ഇവരാണ് ബദൽ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം ചേരാതെ തന്നെ മത്സരങ്ങൾക്ക് കോൺഗ്രസുമായിട്ടുള്ള മത്സരങ്ങൾക്കും കേന്ദ്രവുമായിട്ടുള്ള സമരങ്ങൾക്കും എല്ലാം തയ്യാറായിരിക്കുന്ന സമയത്ത് ഇവർക്കാർക്കും തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇന്ന് പറയുന്ന വിഷയങ്ങൾ നോക്കൂ, ഈ വിഷയങ്ങളെല്ലാം തന്നെ പ്രാദേശിക വിഷയങ്ങളാണ്. അതിലിപ്പോ സഖ്യകക്ഷി പറയുന്നതാണെങ്കിലും ശ്രീ MP ഗോവിന്ദൻ തന്നെ പറയുന്ന വിഷയങ്ങളാണെങ്കിലും എല്ലാം ഇവിടെയുള്ള ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, ദേശീയ വിഷയങ്ങളല്ല. ഉദാഹരണത്തിന് നമ്മൾ നോക്കൂ, വെൽഫെയർ പെൻഷൻ കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഈ നവകേരള സദസ്സൊക്കെ നടന്നപ്പോൾ പോലും ആൾക്കാരിലേക്ക് എത്താനോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് കാര്യക്ഷമമായിട്ട് ഇവർക്ക് സാധിച്ചില്ല. അവശ്യ വസ്തുക്കൾ ലഭ്യത അതിൻ്റെത് വളരെ വലിയ പ്രശ്നമായിരുന്നു. ശമ്പളം കൃത്യസമയത്ത് എത്തിച്ചില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് വിമർശനത്തിൽ വരുന്നത്. അതായത് ഇതൊന്നും തന്നെ ദേശീയ വിഷയങ്ങളുമായിട്ട് ബന്ധമില്ല, നേരെ മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളാണ്. ഇതിനെ CPI വിമർശിക്കുന്നുണ്ട്, CPMന്റെ ജില്ലാ ഘടകങ്ങൾ വിമർശിക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ ഒരു വിവാദം ഉണ്ടായപ്പോൾ അതിലെ പ്രതിരോധം ദുർബലമായിരുന്നു എന്ന രീതിയിലും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മക്കൾക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ സ്വീകരിച്ച നിലപാട് ഈ വിഷയത്തിൽ ശ്രീ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് കണ്ടില്ല എന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നു. ശ്രീമതി KK ശൈലജയെ പോലെ ഒരാളിനെ മത്സരിപ്പിച്ചത് തെറ്റായി എന്ന് പരോക്ഷമായി പറയുന്ന രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നു. കോട്ടയത്ത് ഘടകകക്ഷിയായിട്ടുള്ള ശ്രീ തോമസ് ചാഴികാടൻ വരെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഒരു പരാതി ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിനോട് പറയുന്ന സമയത്ത് അദ്ദേഹം ശകാരിച്ചു എന്ന് പറയുന്നത് തന്റെ വീഴ്ചയ്ക്ക് കാരണമായി എന്ന രീതിയിലേക്ക് പറയുന്നു. എന്ന് വെച്ചാൽ സംസ്ഥാന ഭരണത്തിന്റെയും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെയും പോരായ്മകൾക്കെതിരെയാണ് ആൾക്കാർ വോട്ട് ചെയ്തതെന്നാണ് CPIയും CPMും കേരള കോൺഗ്രസ് മാണി അടക്കമുള്ള പാർട്ടികൾ നമ്മളോട് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും CPM എടുക്കുന്ന നിലപാട് എന്താണ്? മുഖ്യമന്ത്രി മാറേണ്ട, അദ്ദേഹം പാർട്ടിയുടെ നെടുംതൂണാണ്, അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ശൈലി മാറേണ്ട എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പിന്നെ ആരാണ് തിരുത്തേണ്ടത്? ആരുടെ ശൈലിയാണ് മാറ്റേണ്ടത്? ആര് തിരുത്തും? മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ആരാണ് ഇവിടെ മാറേണ്ടത്? ഈ കപ്പലിന് ഒരു കപ്പിത്താൻ ഉണ്ടെങ്കിൽ ആടി ഉലയുന്ന കപ്പലിലെ കപ്പിത്താനെ വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ ജനങ്ങളോട് മറുപടി പറയും? ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണല്ലോ ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ പറയുന്നതും. പക്ഷെ അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണ് കാര്യങ്ങൾ പാർട്ടിയുടെ വിലയിരുത്തലുണ്ടാകുമ്പോൾ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇനി ജില്ലാ കമ്മിറ്റികളിലെ ചർച്ചകൾക്ക് ശേഷം അതിനെ മറ്റു തരത്തിലെടുത്താൽ നന്ന് അതുണ്ടാകുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാനാവുന്നുമില്ല. എന്തായാലും ജനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് ജില്ലാ കമ്മിറ്റികളിൽ തുറന്നു പറയുവാനായിട്ട് വിരലിലെണ്ണാവുന്ന അംഗങ്ങളെങ്കിലും തയ്യാറാകുന്നുണ്ട്. ആ റിപ്പോർട്ടുകൾ, ആ സംസാരങ്ങൾ വെളിയിലേക്ക് വരുന്നുമുണ്ട്. അത് തന്നെ നല്ല കാര്യം. അഡ്വക്കേറ്റ് BN ഹസ്കർ. മഞ്ജുഷേ, കേരളത്തില് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് പോകുന്ന ഘട്ടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പരാജയപ്പെട്ടാലും ജയിച്ചാലും ആ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഞങ്ങൾ റിവ്യൂ ചെയ്യാറുണ്ട്. സ്ഥിതി വിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിൽ ഒരു വിലയിരുത്തലിലേക്ക് വരാറുള്ളത്. ആദ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൂടി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു വിലയിരുത്തലുണ്ടാവും. അതിനുശേഷം അത് സംസ്ഥാന സമിതിയിൽ വെക്കും. തുടർന്ന് ജില്ലാ കമ്മിറ്റികളിലേക്ക് ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് റിവ്യൂ ഉണ്ടാവും. തുടർന്ന് ഏരിയ കമ്മിറ്റികളിലേക്കും ലോക്കൽ കമ്മിറ്റികളിലേക്കും ബ്രാഞ്ച് തലം വരെ ഇത് ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിന് ശേഷം വീണ്ടും സംസ്ഥാന സമിതി കൂടി ആണ് ഇതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് റിവ്യൂ. അത് പരാജയപ്പെട്ടാലും ജയിച്ചാലും ഞങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പൊ സ്വാഭാവികമായി ഇപ്പോൾ CPM സംസ്ഥാന സമിതി കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റികളിലേക്ക് ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ നടന്നു വരുമ്പോൾ നാളിതുവരെ വലതുപക്ഷ മാധ്യമങ്ങൾ ആകമാനം കൊട്ടിഘോഷിച്ചിരുന്നത് വിമർശനത്തിന് അതീതനായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ, നിങ്ങളിപ്പോ പറയുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അങ്ങനെ വിമർശനത്തിന് അതീതനായി നിൽക്കുന്നു, കാരണഭൂതനായി നിൽക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിമർശിച്ചു കൊണ്ടിരുന്നിടത്ത് ഇന്നിപ്പോ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും സംസ്ഥാന സമിതികളിൽ നിന്നും ഇങ്ങനെ വിമർശനത്തിന്റെ പൂരമ്പുകൾ സംസ്ഥാന സർക്കാരിലേക്കും പാർട്ടിയിലേക്കും ചെല്ലുന്നു
അത് നിങ്ങൾ ഈ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു തിരുത്തൽ പ്രക്രിയയാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ താഴെത്തട്ടിലുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ മുതൽ പാർട്ടിയുടെ PB അംഗങ്ങൾക്ക് വരെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എടുത്തിരിക്കുന്ന വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം കേരളത്തിൽ ഇടതുപക്ഷം ഇന്ത്യക്ക് ബദലായി അല്ല കേരളത്തിലെ ജനങ്ങൾ കണ്ടത്, മറിച്ച് അത് UDF-നെ കോൺഗ്രസിനെ സഹായിക്കുക എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. 1. 2, സംസ്ഥാന ഭരണത്തിന്റെ ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ കുറഞ്ഞതുമൂലം, ജനക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കഴിയാതിരുന്നത് മൂലം അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവും അവജ്ഞയോടുകൂടി ജനങ്ങൾ കണ്ടു എന്നുള്ളത് പാർട്ടിയുടെ നേതാക്കന്മാർ, അത് മുഖ്യമന്ത്രി മുതൽ ഇങ്ങ് താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള ആളുകൾ ഏതൊക്കെ ഘട്ടത്തിൽ ഗർവവും ധാർഷ്ട്യത്തോടും കൂടി ജനങ്ങളെ സമീപിച്ചിട്ടുണ്ടോ അത് CPM നേതാക്കന്മാരെ അവജ്ഞയോടെ പാർട്ടിയെയും ഗവൺമെന്റിനെയും കാണുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നു. അതുമൂലം CPM-ന് തെരഞ്ഞെടുപ്പിൽ പരാജയത്തിലേക്ക് വഴുതി മാറുന്നു. കേരളത്തിലെ സാമുദായിക അന്തരീക്ഷത്തിൽ വന്നിട്ടുള്ള പ്രതീക്ഷിച്ച സമുദായങ്ങളിൽ നിന്ന് വോട്ട് ലഭിക്കുന്നതിന് പകരം, പിന്നോക്ക മുസ്ലിം സമുദായങ്ങളിൽ വോട്ട് ലഭിക്കുന്നതിന് പകരം അതും UDF-നെ അവർ സഹായിച്ചു. മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും പ്രബലമായ CPM-ന്റെ വോട്ട് ബാങ്ക് ആയിരുന്ന പ്രബല സമുദായമായിട്ടുള്ള ഈഴവാദി സമുദായങ്ങളിൽ നിന്ന് CPM-ന്റെ വോട്ടുകൾ ചോർന്നുപോയിരിക്കുന്നു. ഇത് വളരെ കൃത്യമായിട്ടുള്ള പാർട്ടിയുടെ വിലയിരുത്തലാണ്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞിരുന്നത് CPM വിമർശനത്തിന് അതീതനായിട്ടാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. ഞാനും തുറന്നു സമ്മതിക്കാം, കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ CPM-നുള്ളിൽ ഇങ്ങനെ സംവാദത്തിന്റെ ഇടം വന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ മാത്രമാണ്. അതായത് തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള ഇതിൽ നിന്ന് മാറി, അതായത് ഇനി സഹിച്ചു നിന്നാൽ പറ്റുകയില്ല എന്നുള്ള ബോധ്യം ചില സഖാക്കൾക്കെങ്കിലും ഉണ്ടായി, അത്ര മാത്രമേ ഉള്ളൂ. വലിയ രീതിയിലേക്ക് ഇത് വന്നിട്ടില്ല, ഏത് സമയവും വന്നേക്കാം, അതല്ലാതെ അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ വിമർശനത്തിന് അതീതനല്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ പരിഹാസ രൂപേണയാണെങ്കിലും അഭിജിത്ത് ഒരു കാര്യം പറയുകയുണ്ടായി, അങ്ങനെ വിമർശിച്ചവർ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. ഹസ്ഗർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാർ എല്ലാ കാലത്തും വിമർശനത്തിന് വിധേയരാക്കപ്പെട്ടിട്ടുണ്ട്. സഖാവ് EMS-ഉം സഖാവ് EK നയനാരും സഖാവ് VS അച്യുതാനന്ദനും അങ്ങനെ വിമർശനത്തിന്റെ കൂരമ്പുകളേറ്റ് തളർന്നിട്ടുള്ള നേതാക്കന്മാരാണ്. അവർ അതിൽ നിന്ന് തങ്ങൾക്ക് വന്നിട്ടുള്ള തെറ്റുകളും പിശകുകളും തിരുത്തി മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രമാണ്. സഖാവ് പിണറായി വിജയനും അങ്ങനെ വിമർശനത്തിന് അതീതനൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഓരോ പ്രവർത്തകരും അവർ വിമർശനത്തിന് അതീതരല്ല. തങ്ങൾക്ക് സ്വയം പറ്റിയിട്ടുള്ള തെറ്റുകൾ സ്വയം വിമർശനപരമായി ഞങ്ങളുടെ കമ്മിറ്റികളിൽ പറഞ്ഞുകൊണ്ട് ആ കുറ്റസമ്മതത്തോടു കൂടിയാണ് ഞങ്ങളുടെ ചർച്ചകൾ പോകാറുള്ളത്. അപ്പോ സഖാവ് പിണറായി വിജയനും അത്തരത്തിൽ ആ ഒരു ശൈലി തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, 6 പതിറ്റാണ്ട് കാലത്തെ പൊതുജീവിതത്തിനുടമയാണ് സഖാവ് പിണറായി വിജയൻ. അപ്പോ അദ്ദേഹം ഏതൊക്കെ ഘട്ടത്തിൽ എങ്ങനെയൊക്കെ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പൊതുജനങ്ങളോടോ പ്രവർത്തിച്ചു, പൊതുജനങ്ങൾക്കൊപ്പം നിന്ന് വളർന്നു വന്ന നേതാവ്. അല്ലാതെ ഒരു ദിവസം രാവിലെ ഹൈക്കമാൻഡിന്റെ തീരുമാനപ്രകാരം മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെട്ടിട്ടുള്ള നേതാവൊന്നുമല്ല സഖാവ് പിണറായി വിജയൻ. താഴെത്തട്ടിൽ, വളരെ ചെറുപ്പത്തിൽ താഴെത്തട്ടിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തുടങ്ങി ഒടുവിൽ ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അമ്പേ ഈ 2019 അമ്പേ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു ഇടതുപക്ഷത്തെ 2021 99 എന്ന ഉജ്ജ്വല നമ്പറിലൂടെ വിജയം കണ്ടെത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. അപ്പോ അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ പറയുന്നത് പോലെ ജനങ്ങളിൽ നിന്ന് കേൾക്കുന്നതാണ് ഞങ്ങളുടെ നേതാക്കന്മാർ കമ്മിറ്റികളിൽ പറയാറ്. സംസ്ഥാനത്തും ജില്ലാ കമ്മിറ്റികളിലും അത് അങ്ങനെ വിമർശന വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടു തന്നെ സഖാവ് പിണറായി വിജയൻ തിരുത്തും. നിങ്ങൾ കരുതുന്നത് പോലെ തിരുത്താനാവാത്ത കാഠിന്യ ഹൃദയമുള്ള മനുഷ്യനൊന്നുമല്ല സഖാവ് പിണറായി വിജയൻ. നിങ്ങൾ വരുന്ന 2026 തെരഞ്ഞെടുപ്പിലേക്ക് കണ്ണുനട്ട് കാത്തിരിക്കൂ. ഇടതുപക്ഷത്തിന് ഇതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള വിജയം വരുത്തുന്നതിന് ഈ മുന്നണിക്കും അതുപോലെ CPM-നും കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ്. ഈ വിമർശനങ്ങൾ ഇന്ന് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് കേട്ടു തുടങ്ങുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ശരി, അഡ്വക്കേറ്റ് KM അഭിജിത്ത്, വിമർശനങ്ങൾക്ക് അതീതനാണ് പിണറായി വിജയൻ എന്നുള്ള ആ ഒരു ഫീലിങ്സ് അത് മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ ജില്ലാ കമ്മിറ്റികളിലെ ഈ വിമർശനങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നു. ഒരു കാര്യം ഹസ്കർ പറഞ്ഞത്, പിന്നെയുള്ള കാര്യം വിമർശനങ്ങൾക്ക്
ചെവി കൊടുക്കുവാനുള്ള വിശാല മനസ്സ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. അങ്ങനെ ഒരു തിരുത്തലിലേക്ക് അദ്ദേഹം പോകുമെന്നുള്ള ഹസ്കറിന്റെ ആത്മവിശ്വാസം. പിന്നെ പറഞ്ഞ നിങ്ങൾക്കെതിരെയുള്ള ഒരു കുത്താണ്. ഹൈക്കമാൻഡിൽ നിന്ന് വന്നയാളല്ല, ഒരു ദിവസം പെട്ടെന്ന് അവതരിച്ച ആളല്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വന്നയാളായതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം എന്തൊക്കെയാണോ അത് ഉൾക്കൊള്ളുവാനുള്ള മനസ്സും പിണറായി വിജയനുണ്ട് എന്ന്. അല്ല മഞ്ജുഷേ, നമ്മള് ശ്രീ അഷ്കർ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും അദ്ദേഹത്തെ വെള്ളം പൂശിക്കൊണ്ടേയിരിക്കട്ടെ. അദ്ദേഹത്തിന് വിമർശനങ്ങൾ സഹിഷ്ണുതയോടെയാണ് അദ്ദേഹം കേട്ടിരുന്നത് എങ്കിൽ ഇതാ 3 ദിവസക്കാലം മുൻപാണല്ലോ നമ്മളൊരു വിമർശനം ഉന്നയിച്ച പൊതുസമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട അഭിവന്ദ്യ പിതാവിനെ വിവരദോഷി എന്നുള്ള മറുപടിയോടെ നേരിട്ടത് സഹിഷ്ണുതയുടെ ഭാഗമായിരുന്നു എന്ന് അദ്ദേഹം വെറുതെ ഒന്ന് ആലോചിക്കട്ടെ. ഇനി അത് പോകട്ടെ, ഇപ്പോ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെന്നേ. ഞാൻ ചോദിക്കുക, ഇപ്പൊ പിണറായി വിജയന്റെ ഭക്തി മറ്റു ചില ആളുകൾ ഏറ്റെടുക്കാൻ വേണ്ടു. ഇപ്പോ ഈ കമ്മിറ്റികൾക്ക് ശ്രീ അഷ്കർ പറഞ്ഞത് പ്രതീക്ഷയുടെ പൊൻപുലരി എന്നൊക്കെയാണ് ചർച്ചകളെ കാണുന്നത്. നോക്കൂ നിങ്ങൾ, ജി സുധാകരൻ എന്ന് പറയുന്ന പരിണിത പ്രജ്ഞനായ CPM നേതാവ് കഴിഞ്ഞയാഴ്ച തെരഞ്ഞെടുപ്പിന് ശേഷം ആ പരാജയത്തെക്കുറിച്ചൊന്ന് വിമർശിച്ചു എന്നതിന്റെ പേരിലാണ് ജി സുധാകരനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് അഭിസംബോധന ചെയ്തത്. ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്നല്ലോ. തിരുത്തിയോ ആരെങ്കിലും? ഒരു തിരുത്തലും ഉണ്ടായിട്ടില്ലെന്ന്. ഈ ഗവൺമെന്റിനെ വിമർശിക്കുന്നവർ, പിണറായി വിജയന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നവർ, അവരാണ് സത്യത്തിൽ വിമർശിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, ഇപ്പോ കമ്മിറ്റികളിൽ നടക്കുന്ന ചർച്ചകൾ നമ്മൾ കാണുന്ന വാർത്തകൾ വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ശരിയാണ് എന്നൊക്കെ അഷ്കർ ഇവിടെ സൂചിപ്പിച്ചു വെച്ചു. എന്തായാലും അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മറുപടി കൂടി മുഖ്യമന്ത്രി പറയേണ്ടതുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട അഴിമതി, ഇപ്പൊ നമ്മൾ കാണുന്ന വാർത്തകൾ, അഴിമതി ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി കൊടുക്കാൻ ഇതുവരെ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല. അപ്പൊ ഇനിയെങ്കിലും അതിനൊരു മറുപടി ഉണ്ടാകുമോ? ഇപ്പൊ ഞങ്ങളല്ലല്ലോ, കോൺഗ്രസോ അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകളോ അല്ല, ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഈ ചോദിച്ച ഡോക്ടർ മാത്യു കോഴൽനാടൻ ഉന്നയിച്ച ചോദ്യങ്ങളുണ്ട്. അതിന്റെ മറുപടി കൃത്യമായി പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല. അതിന് മറുപടി ഉണ്ടോ എന്ന് ആ പൊതുസമൂഹം കൂടിയാണ്, പൊതുസമൂഹത്തിനൊപ്പം CPM കൂടിയാണ് കാത്തിരിക്കുന്നത്. അതിന് മറുപടി പറയാൻ അവർ തയ്യാറാകട്ടെ. ഒന്നാമത്തെ കാര്യം. 2, എങ്ങനെയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാൽ നമ്മൾ കാണുകയല്ലെന്നേ. ജനവിരുദ്ധത കൊണ്ട് ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ക്ഷേമ പെൻഷൻ ഇല്ലാതെ 7 മാസം പിന്നിടുകയാണ്. സർക്കാർ ജീവനക്കാരന്റെ DA അടക്കം കുടിശ്ശികയായി അവർക്ക് അവന്റെ ശമ്പളം പോലും മുടങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. മെഡീസ പട്ടിമറിക്കുന്ന കാഴ്ചകൾ കണ്ടു. വിദ്യാർത്ഥികൾ പഠിച്ച് ഇവര് തിരുത്താൻ അസ്കർ പറഞ്ഞ വാക്കുകൾ എവിടെയെങ്കിലും തിരുത്തും. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് തിരുത്തുമെന്നായിരുന്നുവെങ്കിൽ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം വന്നിരിക്കുന്ന വലിയ പ്രയാസങ്ങൾ, ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ ഇവരുടെ സമീപനം എന്താ? ഇതാ ഇന്നും ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചു, ഇന്നടക്കം വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആ വിദ്യാർത്ഥികളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന സമീപനം ഒരു ഭരണകൂടം സ്വീകരിക്കുന്നു. യഥാർത്ഥ കണക്കുകൾ, വിദ്യാർത്ഥികൾ എല്ലാ യോഗ്യതയുമുള്ള ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ പഠിക്കാൻ സീറ്റില്ലാതെ പുറത്തിരിക്കുമ്പോൾ അവരെ നോക്കിയിട്ടും സീറ്റൊക്കെ ഉണ്ട് എന്ന് പറയുന്നതാണോ ഇവർ കാണുന്ന തിരുത്തൽ? അഭ്യസ്തവിദ്യരായ യോഗ്യതയുള്ള ആളുകൾ നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ നിയമനങ്ങൾ അപ്രഖ്യാപിത നിയമന നിരോധനം നടത്തി ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ നൽകാതെ ആ ചെറുപ്പക്കാരന്റെ പ്രതീക്ഷയെ ഇല്ലാതാക്കുന്നതാണോ ഇവർ നൽകുന്ന തിരുത്തൽ? വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജനത്തിന്റെ മുൻപാകെ അതിന് തിരുത്താനുള്ള നടപടി സ്വീകരിക്കാത്തതാണോ ഇവർ കണ്ടെത്തുന്ന തിരുത്തൽ? ഇതൊക്കെ പോട്ടുന്നേ. ഞാൻ നിൽക്കുന്നത് കോഴിക്കോടാണ്. ഈ കോഴിക്കോട് വെച്ചാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു അതിജീവിതയാണ്, ICUവിൽ പീഡനത്തിന് വിധേയയായ അതിജീവിതയെ ഇകഴ്ത്താനും പീഡകനെ സംരക്ഷിക്കാനും നേതൃത്വം കൊടുത്ത ഭരണകൂടമല്ലേ ഈ ഭരണകൂടം? ആ അതിജീവിതയുടെ കൂടെ നിന്ന നേഴ്സിനെ വീണ്ടും വേട്ടയാടാൻ നേതൃത്വം കൊടുത്ത ഭരണകൂടമല്ലേ ഈ ഭരണകൂടം? സ്ത്രീ സുരക്ഷയ്ക്ക് കോടികളുടെ തുക ചിലവഴിച്ച് പരസ്യം നടത്തുന്നവർ ആ സ്ത്രീജനങ്ങളെ മറന്നു മുന്നോട്ട് പോകുന്നവരല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയാൽ എല്ലാ മേഖലകളിലെയും ജനവിരുദ്ധത വലിയ രീതിയിൽ പ്രകടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനവിരുദ്ധതയെ ഒക്കെ അല്പം ചില ജനാധിപത്യ ബോധമുള്ളവരെങ്കിലും ചർച്ചയിൽ, കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അസ്കർ നേരത്തെ സൂചിപ്പിച്ച പോലെ വിശാല ഹൃദയനാണ് മുഖ്യമന്ത്രിയെങ്കിൽ അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ മഞ്ജുഷ്, ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇടതുപക്ഷത്തിന് എന്തായിരുന്നു നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ നീലകണ്ഠൻ സാർ പറഞ്ഞത് കൃത്യ. ഇവരുടെ സ്റ്റാൻഡ് എന്താ? കേരളത്തിലെ CPMന്റെ നിലപാട് എന്തായിരുന്നു? അത് ഈ രാജ്യത്തുള്ള CPM കമ്മിറ്റിയുടെ നിലപാടിന് വിഭിന്നമായിരുന്നു. രാജ്യത്ത് കോൺഗ്രസിനൊപ്പം നിൽക്കാൻ CPM നേതൃത്വം തീരുമാനിച്ചപ്പോ കേരളത്തിൽ അത് പറ്റില്ല എന്ന്
പറഞ്ഞ് ആ പ്രവർത്തനം നടത്തിയ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് കേരളത്തിന് പുറത്തൊരു സ്റ്റേറ്റിലേക്ക് പോലും പോകാതെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിനിർണായക തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ വിദേശത്തേക്ക് പോകാൻ മുഖ്യമന്ത്രി നിർബന്ധിക്കപ്പെട്ടതും. അവിടെ ഒരു പ്രശ്നം കൂടിയുണ്ടല്ലോ. ഈ രാജ്യത്ത് സംഘപരിവാറിനൊപ്പം മുന്നണി ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുമാരസ്വാമിയുടെ JDS നോക്കൂ, NDA ഘടകകക്ഷിയായിട്ടുള്ള കുമാരസ്വാമി, നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ടുള്ള കുമാരസ്വാമിയുടെ ആ സംഘടനയിൽപ്പെട്ട ഒരാൾക്ക്, അദ്ദേഹത്തിനോട് അഭികാമ്യം പുലർത്തുന്ന ആൾക്ക് പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ എന്തുകൊണ്ട് ഇപ്പോഴും ഒരു മന്ത്രിസ്ഥാനത്തിൽ വെച്ചു പുലർത്തുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെയൊക്കെ മറുപടി പിണറായി പറയേണ്ടത് പിണറായി വിജയനല്ലേ? ഇത് കേന്ദ്ര CPM-ന് ഇത് ശരിവെക്കാൻ വേണ്ടി സാധിക്കോ? വേണ്ട. താഴെത്തട്ടിൽ സംഘപരിവാറിന്റെ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ പോരാടുന്ന, ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർത്ത് മുന്നോട്ട് പോകുന്ന BJP-ക്കൊപ്പം നിലയുറപ്പിച്ച അതേ JDS-ന്റെ ഭാഗമായിട്ടുള്ള ഒരാളെ ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന, ഇടതുപക്ഷ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്യാബിനറ്റിലെ മന്ത്രിയാക്കി മുന്നോട്ട് പോകുമ്പോൾ അത് തെറ്റാണ്, അത് തിരുത്തുകയാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ വലിയ എന്താ പറയുക, മാറ്റങ്ങൾക്കൊന്നും ഞങ്ങളാരും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇനി മാറ്റങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയുന്നു, മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന CPM-കാരെ, നിങ്ങൾക്ക് ആ മാറ്റത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ ശബ്ദമെങ്കിൽ അത് കുറച്ചുകൂടി ഉച്ചത്തിൽ ഉയരാൻ സാധിക്കട്ടെ. പക്ഷെ ഉയരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, TP ചന്ദ്രശേഖരൻ ഒരു സിമ്പലാണ്. ഇതേപോലെ അഷ്കറൊക്കെ അതിനേക്കാളൊക്കെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെന്നേ. ഇവിടെ ആ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ മുന്നോട്ട് പോയ ഒരു മനുഷ്യനെയാണ് നിങ്ങളുടെ കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിച്ചു എന്നതിന്റെ പേരിൽ അതിക്രൂരമായി കൊന്നുകളഞ്ഞത്. അതിനുശേഷം ഇന്നും ആ കൊലയാളികൾക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നവരാണ് പിണറായി വിജയന്റെ ഭരണകൂടമെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതും അവിടെയാണ്. പിന്നെ ഹൈക്കമാൻഡിനെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട അഷ്കർ സൂചിപ്പിച്ചു. എന്റെ പൊന്ന അഷ്കർ, നിങ്ങൾ ഈ അവസാനത്തെ CPM-ന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കുന്ന പിണറായി വിജയനെ തിരുത്താൻ ശ്രമിക്കുന്നേ. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകി ഉജ്ജ്വലമായ തിരിച്ചുവരവിന്റെ പാതയിലുള്ള കോൺഗ്രസിനെയൊന്നും വിമർശിക്കാനോ, നിങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരുന്നു തർക്കമല്ല, പക്ഷേ പഠിപ്പിക്കാനൊന്നും തൽക്കാലം നിങ്ങളായിട്ടില്ല എന്ന് മാത്രമേ തിരുവായ്ക്ക് എതിർവായി ഇല്ല എന്നുള്ള സമീപനത്തിൽ മാറ്റം വന്നല്ലോ. നമ്മളെല്ലാവരും പറയുന്നു അങ്ങനെയാണ് CPM-ൽ നിന്ന്, പക്ഷെ അതില്ല എന്ന് തെളിഞ്ഞല്ലോ എന്നുള്ള ഹസ്കറിന്റെ അവകാശവാദം, അതിനുള്ള മറുപടി സിയാർ. ഒന്നാമത്തെ കാര്യം, അക്ഷർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, അക്ഷറിന്റെ അഭിപ്രായം, ഒരു സംവാദത്തിന്റെ ഇടം CPM-ൽ തുറന്നിരിക്കുന്നു. ഞാനത് തന്നെ ആവശ്യപ്പെട്ടത്. നമ്മളെപ്പോലെയുള്ള ആളുകൾ കുറെ കാലമായി ആവശ്യപ്പെടുന്നതാ. അത് പറഞ്ഞാൽ ഉടനെ നമ്മൾ പിണറായി വിരുദ്ധനായി, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി, സംഘപരിവാറായി, SDPI ആയി, അങ്ങനെയല്ലേ ഇതിനെ നേരിട്ടിരുന്നത്. ഈ വിമർശനം ഇപ്പോൾ CPM-ന് അകത്ത് നിന്ന് ഒരാൾ ഇത് പറയുമ്പോൾ പുറത്തുനിന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ സംഘപരിവാറാണെങ്കിൽ അതിനകത്ത് സംഘപരിവാറുണ്ട്. അതൊരു കാര്യം, നല്ല കാര്യം. വിമർശനം വരട്ടെ. ഞാനിപ്പോഴും പറയുന്നു, ഒരു എതിർപ്പോൾ ആയി പാർട്ടിക്കകത്ത് ശക്തമായ പാർട്ടികൾക്കകത്ത പ്രതിപക്ഷമുണ്ട്. അങ്ങനെ വളർന്നു വരണം, അത് ശക്തിപ്പെടുകയുള്ളൂ. ഞാനതുകൊണ്ടാണ് കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു. കോൺഗ്രസിലെ ഗ്രൂപ്പ് ഒക്കെ തമ്മിൽ അടിയൊക്കെ ഉണ്ട്, പക്ഷേ കോൺഗ്രസിന് ശക്തിപ്പെടുത്തുന്ന ഗ്രൂപ്പാണ്. അഭിജിത്ത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞാൽ മറ്റൊന്ന്, കാരണഭൂതൻ എന്ന് പറഞ്ഞ് ഞങ്ങളല്ലെന്നേ. ആരാ കാരണഭൂതൻ എന്ന് പറഞ്ഞ്? ആരാ അത് കേട്ട് ആ കൈകുട്ടിക്കളിപ്പാട്ട് കേട്ട് തുടക്കടിച്ച് ഇരുന്ന് അതിനെ ആസ്വദിച്ചത്? ഇന്ന് വരെ അതിനെ പാർട്ടി തള്ളി പറഞ്ഞിട്ടുണ്ടോ? കൈകൊട്ടികൾ പോയാട്ടെ, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഏതായാലും ഒരു കാര്യം എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. ഇന്ന് നമ്മുടെ സഖാവ് ശിവൻകുട്ടിയുടെ കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ശിവൻകുട്ടി ഞാനും ഒന്നിച്ച് SFIയിൽ ഒരു കമ്മിറ്റിയിൽ ഇരുന്നിട്ടുള്ള ആളാണ്. സഖാവ് ശിവൻകുട്ടിക്ക് അറിയാം, പാർവതി ഒക്കെ പിന്നെ ശേഷം വന്നതാണ്. അപ്പോൾ ശിവൻകുട്ടി എന്ന് പറഞ്ഞത് SFIക്കാരെ കളിയാക്കി പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. പാവം SFIക്കാർ, നിങ്ങൾ വേറെ പണിയൊന്നും ഇല്ലാത്തതിനോട് സമരം ചെയ്യാൻ വേറെ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വന്ന് സമരം ചെയ്യാണ്. ഇത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പോയിട്ട് ഇതാണോ തിരുത്തണേ? ഇങ്ങനെയാണോ തിരുത്തൽ? SFIക്ക് പോലും അവിടെ മലബാറിലെ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറിച്ച് പറയാൻ പറ്റുന്നില്ല. അവർക്ക് പറയാൻ പറ്റുന്നില്ല. KSTA-ക്ക് പറയേണ്ടി വരുന്നു, NGO യൂണിയന് പറയേണ്ടി വരുന്നു, KGOAക്ക് പറയേണ്ടി വരുന്നു. അപ്പോൾ പ്രശ്നം അതാണ്. ഇപ്പോൾ ഞാൻ ഈ ധാർഷ്ട്യത്തിന് ഉദാഹരണം പറയാം. ഇപ്പോൾ കേരയിൽ, എനിക്ക് കേരയിൽ ഞാനത് ബന്ധപ്പെട്ട കേരയിൽ വരും കേട്ടോ, കേരയിൽ എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ രാത്രി ഉറങ്ങുന്നവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കുറ്റിയടിച്ചിട്ട് വരും കേട്ടോ എന്ന് ആവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിനെ ധാർഷ്ട്യം എന്നല്ലേ ആ ആളുകളെങ്കിലും വിശ്വസിക്കൂ? വേറെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ ആ വിഷയത്തില്ല, അതിൻ്റെ ചർച്ചയ്ക്കല്ല.
ഇനി ഒരു കാര്യം, ഇപ്പൊ തൃശ്ശൂരിലെ വിജയം, ഞാനും ഹക്സറും കൂടി ഇരുന്ന ഈ ചാനലിലും മറ്റു പല ചാനലിലും കരുവന്നൂർ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ കരുവന്നൂർക്കാരനാണ് എന്ന് പലവട്ടം പറഞ്ഞു. ഞാനിവിടെ കുറച്ച് പ്രവർത്തനമൊക്കെ നടത്താൻ പോയതാണ്. പക്ഷേ എനിക്കതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ മനസ്സിലായി എന്താ കാര്യം. ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ താഴെ തട്ടിലെ പങ്ക് വഹിച്ചത് ക്രിസ്ത്യൻ വോട്ടോ മറ്റു വോട്ടോ ഒന്നുമല്ല, കരുവന്നൂരാണ്. ആ സംഗതി ആയിരക്കണക്കിന് മനുഷ്യരുടെ കുടുംബങ്ങളെ, അവിടെ കോൺഗ്രസിനോട് എനിക്ക് വിമർശനമുണ്ട്. കോൺഗ്രസ് പോലും ചാനലിലല്ലാതെ അവിടെ പ്രവർത്തിച്ചില്ല. ഞാൻ അവിടത്തുകാരനാണ്. അവിടെ ഒരു പ്രതിപക്ഷമായി നിന്നത് സുരേഷ് ഗോപിയാണ്. BJP ആണെന്ന് പോലും ഞാൻ പറയില്ല. സുരേഷ് ഗോപിയെ ഒരു പ്രതിപക്ഷമായി അവിടുത്തെ ജനങ്ങൾ കണ്ടു. കരുവന്നൂർ ഒരു പഞ്ചായത്തിലെ പ്രശ്നം, ഒരു മണ്ഡലത്തിലെ പ്രശ്നം മാത്രമല്ല, അത് വ്യാപകമായി CPM-ന്റെ ഉന്നത നേതാക്കൾ നടത്തിയ തട്ടിപ്പാണ് എന്ന് അറിയാവുന്ന ആളുകൾ, അവിടെയുള്ള നാട്ടുകാരോട് ആരോടൊക്കെയും അക്സർക്ക് ചോദിക്കാം, അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ വിളിച്ചിട്ട് ചോദിക്കാം ആരാ അതിൻ്റെ പിന്നിൽ നിന്ന്. അപ്പോൾ മൊയ്തീൻ്റെ പേര് പറയും, VK ബിജുവിൻ്റെ പേര് പറയും, കണ്ണൻ്റെ പേര് പറയും, അരവിന്ദാക്ഷൻ്റെ പേര് പറയും, അങ്ങനെ പല പേരും പറയും. കാരണം അവർക്കറിയാം നന്നായിട്ട് ഇതാരാ പൈസ തട്ടിച്ചുകൊണ്ട് എന്ന്, ആരാ സുനിൽകുമാറിനെ സപ്പോർട്ട്. അപ്പോൾ സുനിൽകുമാറിന് വരെ മനസ്സിലായി, നമ്മുടെ സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹത്തിന് കരുവന്നൂർ പോയപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അത് എനിക്കറിയാം എങ്ങനെ മനസ്സിലായി, ഞാനിപ്പോൾ അത് പറയുന്നില്ല. കരുവന്നൂർ പോയപ്പോൾ CPM വോട്ടുകളിൽ ചെന്ന് പറഞ്ഞത്, നിങ്ങൾ ഇത്രയും കാലം ഭരിച്ചു, ഞങ്ങളുടെ കാശ് പോയി. കോൺഗ്രസ്സുകാർ പോലും പറയുന്നില്ല. സുരേഷ് ഗോപി ഒന്നുമില്ലെങ്കിലും കരുവന്നൂർ മുതൽ തൃശ്ശൂർ വരെ നടന്നു. അപ്പോൾ നടക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. രാഹുൽ ഗാന്ധിയുടെ നടത്തം നിങ്ങൾ LDF ഒക്കെ കളിയാക്കിയെങ്കിലും അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഞാനതിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നതാണ്. കേരളത്തിന് പുറത്ത് CPM-ഉം അത് സമ്മതിക്കും, കേരളത്തിന് സമ്മതിക്കില്ല എന്നുള്ളൂ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രീയ സത്യസന്ധത വേണം. സുരേഷ് ഗോപി അവിടെ ജയിക്കുമ്പോൾ അത് ആര് വോട്ട് ചെയ്തിട്ടുണ്ട്, വോട്ട് ഒരു ആൾ പാർട്ടിക്കൊന്നും അധികം വോട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരും സ്വന്തം വോട്ട് ചെയ്യുന്നവരാ. പാർട്ടിയുടെ വോട്ടെന്നൊക്കെ പറയുന്നത് വളരെ കുറവുള്ളൂ എല്ലാ സ്ഥലത്തും, കോൺഗ്രസിന് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒക്കെ. പക്ഷേ ഇന്നലെ വരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ആളുകൾ ഇന്ന് BJP-ക്ക് വോട്ട് ചെയ്യുന്നു. അത് ധർമ്മടത്ത് അവർ വോട്ട് ചെയ്തത് K സുധാകരനാണെങ്കിൽ തൃശ്ശൂർ അവർ വോട്ട് ചെയ്തത് സുരേഷ് ഗോപിക്കാണ് എന്നതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഭരണവികാരമുണ്ട്. പിണറായി വിജയൻ ഇതിനോട് കാണിച്ച ധാർഷ്ട്യം എന്താ? കരുവന്നൂർ പോലൊരു വിഷയത്തിൽ എന്ത് നിലപാടെടുത്തത്? ഞങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ അന്വേഷിക്കേണ്ട. പാർട്ടി ജില്ലാ സെക്രട്ടറി 15 ദിവസം ED-യുടെ മുമ്പിൽ പോയിരുന്നു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ. അതിൽ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചയിൽ ഈ വിഷയം ഉയർന്നു വരികയും ചെയ്തു. പ്രശ്നം എന്താ വെച്ചാൽ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലെ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചയിൽ ഇക്കാര്യം ഉയർന്നു വരികയും ചെയ്തു. കരുവന്നൂർ വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്, അതിൽ ഇടപെടൽ ശരിയായില്ല, ന്യായീകരിക്കാൻ പോയത് അബദ്ധമായി പോയി എന്നുള്ള കാര്യവും വന്നിട്ടുണ്ട്. അല്ല വരും, അത് ഞാൻ പറഞ്ഞു. ഞാൻ ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ടാണ് പറയുന്നത്. അക്സർ ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചല്ലോ. 30 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി SFI-യും KSYF ഒക്കെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. അതിൽ ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചിട്ടുള്ളത് കരുവന്നൂരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയും അവിടെയുള്ള ആളുകൾ എനിക്കറിയാം. ഇത് ഞാൻ അല്ലാണ്ട് ഒരു സർവേ നടത്തിയിട്ടല്ല, പേഴ്സണൽ ഫീഡ്ബാക്ക് ഉണ്ട്. അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ എനിക്ക് അവരുടെ വീട്ടിൽ പോയി ചായ പിടിച്ചുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത സഖാക്കളും അവരുടെ മക്കളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അവർ പോലും നമ്മളോട് ഒറ്റയ്ക്ക് പറയും. പക്ഷേ ഞാനത് ചാനലിൽ അവരുടെ പേരൊന്നും പറയുന്നില്ല, കാരണം ഇലക്ഷന് മുമ്പ് പോലും ഞാനത് പറഞ്ഞില്ല. കാരണം അങ്ങനെ പറയുന്നത് സുരേഷ് ഗോപിക്ക് ഗുണകരമാകും, അത് ഞാൻ പറയില്ല. ഇപ്പം ഞാൻ പറയുന്നത്, തിരുത്താൻ തയ്യാറുണ്ടെങ്കിൽ കരുവന്നൂർ പോലെയുള്ള തിരുത്തലുകളാണ് ആദ്യം വരേണ്ടത്. കേരയിൽ പോലെയുള്ള തിരുത്തലുകളാണ് വരേണ്ടത്, കൂടെ വരേണ്ടത്. അതിൽ ധാർഷ്ട്യം നമ്മൾ ഒഴിവാക്കുക, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുക. ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഹക്സർ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ പാർട്ടി അത് ചെയ്യുമെങ്കിൽ, ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല, ചെയ്യുമെങ്കിൽ അതിനെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ ഈ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, ശ്രീജിത് പണിക്കർ, ഈ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്ന വിമർശനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റങ്ങൾ പോലും ചർച്ചയായിട്ടുണ്ട്, വിമർശന വിധേയമായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തുടക്കത്തിൽ അഭിജിത്ത് സൂചിപ്പിച്ച കാര്യമാണ്, അത് താങ്കളും ഉന്നയിച്ചിരുന്നു, കൂറിലോസ് തിരുമേനിക്കെതിരെ നടത്തിയ പരാമർശം. അപ്പോൾ ഇത് തിരുത്തുവാൻ ഉദ്ദേശമില്ലേ എന്നുള്ള സംശയവും ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അതിനുശേഷമുള്ള മുഖ്യമന്ത്രിയുടെ നടപടികൾ പോലും ജില്ലാ കമ്മിറ്റികളിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട, നവകേരള സദസ്സിലൂടെ ചർച്ച ചെയ്യപ്പെട്ട രക്ഷാപ്രവർത്തനം പോലെയുള്ള പരാമർശങ്ങൾ. അപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. ഒന്ന്, സർക്കാരിൻ്റെ പ്രവർത്തനം, അത് ആത്യന്തികമായി മുഖ്യമന്ത്രിക്കാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത്. രണ്ട്, മുഖ്യമന്ത്രിയുടെ സ്വന്തം നിലപാടുകൾ, ധാർഷ്ട്യം, ഇതെല്ലാം വരുമ്പോൾ
ക്യാപ്റ്റനാണ് ഉത്തരവാദി എന്ന രീതിയിലാണ് വിമർശനങ്ങൾ വരുന്നത്. അതിനെ ലഘുവായിട്ടാണോ ഹസ്കർ ഇവിടെ കണ്ടത് ശ്രീ ശ്രീജിത്ത് പണിക്കർ, അതോ ആ വിമർശനം ഉൾക്കൊള്ളും എന്നുള്ള ഗൗരവകരമായ കാര്യമാണോ? അല്ല, നോക്കൂ, ഈ വിമർശനം ഉൾക്കൊള്ളുകയും അതിലെന്തെങ്കിലും രീതിയിലുള്ള ഒരു തിരുത്തലോ ശൈലി മാറ്റമൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ആരാണ് തിരുത്തേണ്ടത് എന്നുള്ളതാണ്. ആ തിരുത്തേണ്ടത് നമ്മൾ ഈ പറയുന്ന AK ബാലനോ MV ഗോവിന്ദനോ VN വാസവനോ P രാജീവോ ഒന്നുമല്ല. അതെല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ പറയുകയാണ്, ഇപ്പൊ CPM-ന്റെ ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രസ്താവന നമ്മൾ തെരുവിലിറങ്ങിയ ആൾക്കാരോട് ചോദിക്കുകയാണ്. CPM പറഞ്ഞിരിക്കുകയാണ് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. ഏതൊക്കെ വിഷയങ്ങളിലാണ് പാർട്ടി തിരുത്തലുകൾ വരുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്ന 5 വിഷയങ്ങളിൽ 3 മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതേ ഉത്തമ ബോധ്യം CPM-ന്റെ ജില്ലാ ഘടകങ്ങളിലുള്ള ആൾക്കാർക്കും ഉള്ളത് കൊണ്ടാണ് അവർ ഈ രീതിയിലുള്ള വിമർശനം പറയുന്നത്. അതിപ്പോ കേവലം ഏകപക്ഷീയമായിട്ട് ശ്രീ ഗോവിന്ദൻ മാഷ് അദ്ദേഹം പാർട്ടിയുടെ നെടുന്തൂണാണ്, അതുകൊണ്ട് അദ്ദേഹം തിരുത്തേണ്ടതില്ല, ശൈലി മാറ്റത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ ഓവർ റൈഡ് ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് തിരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ്. അതവർ ചെയ്യുന്നില്ല. ഇപ്പൊ തിരുത്തുമെന്ന് പറയുമ്പോൾ ശ്രീ ഹസ്കർ അടക്കം ഇവിടെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി അടക്കം തിരുത്തും. ഞാൻ ചോദിക്കട്ടെ, ഏതേത് വിഷയങ്ങൾ നമ്മൾ തിരുത്തും? ഇപ്പോ മഞ്ജുഷ തന്നെ പറഞ്ഞതുപോലെ, 1, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു ഗുണ്ടായിസത്തിന്റെ സന്ദേശം സമൂഹത്തിലേക്ക് നൽകിയിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുമോ? അത് എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന തെറ്റാണ്. ആ രീതിയിൽ സമാധാനപരമായി പ്രതിഷേധം നടത്തുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് നോക്കേണ്ടത് പോലീസാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് എന്നതിനെപ്പറ്റി മുഖ്യമന്ത്രി എവിടെയെങ്കിലും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ തന്നെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് പൊട്ടി മരിച്ചിരിക്കുന്ന ആൾക്കാരെ രക്തസാക്ഷികളാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി സ്മാരകം നിർമ്മിക്കുന്നത് ഇതാരാണ് ചെയ്യുന്നത്? പാർട്ടിയാണ്. അത് തെറ്റാണ് എന്ന് പാർട്ടി പറയുമോ? അന്ന് വിവാദമായിരുന്ന സമയത്ത് ശ്രീ MV ഗോവിന്ദൻ അവിടെ പോയില്ല എന്ന് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിക്കെതിരെ സമാധാനപരമായിട്ട് സമരം ചെയ്യാമെന്ന് പറയുമോ? ഇപ്പൊ ശ്രീ V ശിവൻകുട്ടിയുടെ പ്രസ്താവനയെ പറ്റി പറഞ്ഞു, ഈ SFIക്കാരൊക്കെ തന്നെ ഇത്രയും നാൾ സമരം ചെയ്യാതിരിക്കുകയായിരുന്നില്ലേ, അപ്പൊ പിള്ളേര് സമരം ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അത് ശ്രീ V ശിവൻകുട്ടിക്കെതിരെ മാത്രമേ പറ്റുകയുള്ളൂ, അതോ മുഖ്യമന്ത്രിക്കെതിരെ സമാധാനപരമായിട്ട് സമരം ചെയ്യാൻ കഴിയുമോ? ആ തിരുത്തലും അവിടെ ഉണ്ടാകുമോ? ഇനി അടുത്തത് TP കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകുന്ന ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന വിവാദം, അതിൽ സർക്കാരിന്റെ തീരുമാനം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു ഇടപെടൽ ഉണ്ടായില്ല. ആ കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം ഇന്നതാണ് എന്നും ഇത്രയും കാലം കോടതി പറഞ്ഞിരിക്കുന്ന കാലത്തോളം അവർക്ക് പരോൾ നൽകുകയില്ല, അല്ലെങ്കിൽ അവർക്ക് ഇളവ് നൽകിയില്ല, റെമിഷൻ നൽകില്ല എന്ന് പറയാനായിട്ട് സർക്കാർ തയ്യാറാകുമോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞിരിക്കുന്നത് എന്താണ്? സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ആൾക്കാരുടെ വീടുകളിൽ കയറി അവരുടെ അടുക്കളയിലും മറ്റും കൊണ്ടുവന്ന് മഞ്ഞക്കുറ്റി ഇട്ടിട്ട് അതിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായിരുന്ന സമയത്ത് തൽക്കാലം ഇതിനെ എടുത്ത് ബാക്ക് ബർണറിലേക്ക് വെച്ചിരിക്കുന്ന ആൾക്കാർ തെരഞ്ഞെടുപ്പിലെ പരാജയവും കഴിഞ്ഞതിന് ശേഷം എന്ത് ഉൾക്കൊണ്ടിട്ടാണ് വീണ്ടും ഇതിനെ ഫർദർ ചെയ്യാൻ പോകുന്നത്? അപ്പൊ അതിലെവിടെയാണ് തിരുത്തൽ? ഇനി വെൽഫെയർ പെൻഷൻ എല്ലാവരും പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. അതിൽ എന്ത് തിരുത്തലാണ് ചെയ്യാൻ പോകുന്നത്? ഈ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുമോ? ഈ ശമ്പളം ആൾക്കാർക്ക് കൃത്യമായിട്ട് കൊടുക്കുമോ? KSRTC-യിലുള്ള ആൾക്കാർക്ക് ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുമോ? ഇത് KSRTC-യിലുള്ള ആൾക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുമോ? അല്ല എന്നാണ് കോടതിയിൽ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് വരും? ഇത് തിരുത്തണമെങ്കിൽ ഫണ്ട് വേണം. ഈ ഫണ്ട് എവിടെ നിന്ന് വരും? അതിനുള്ള സോഴ്സ് എവിടെയാണ്? അതിനുള്ള മാർഗം എവിടെയാണ്? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം CPM-ൽ നിന്ന് പോലും ഉൾക്കൊണ്ടു. അവർ പോലും അതിനെ ഉൾക്കൊണ്ട് വിമർശിക്കുന്നു. ആ സമയത്തും ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞത് എന്താണ്? നവകേരള സദസ്സ് ആവശ്യമായിരുന്നു, അതുകൊണ്ടാണ് 33% മറ്റോ വോട്ടിംഗ് പെർസെന്റേജ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ആൾക്കാരെല്ലാവരും തന്നെ ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് പറഞ്ഞിരുന്ന കാര്യം തിരുത്താനായിട്ട് അദ്ദേഹം തയ്യാറല്ല. പിന്നെ എന്ത് തിരുത്തലാണ് വരുന്നത്? ഇപ്പം മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തന്റെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്തിരുന്ന തീരുമാനം എടുത്തില്ല എന്ന് പറയുമ്പോൾ എന്ത് രീതിയിലുള്ള തിരുത്തലാണ് വരുന്നത്? അത് മുഖ്യമന്ത്രി മാത്രം തിരുത്തിയാൽ മതിയോ? CPM തിരുത്തണ്ടേ? കാരണം ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ലീഗലായിട്ടുള്ള എഗ്രിമെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ആധികാരികത ചാർത്തി കൊടുത്തത് CPM ആണ്. CPM തിരുത്തുമോ? ഞാൻ പറയട്ടെ, ഇവിടെ ഈ അഭിവന്ദ്യ പിതാവിനെ പറ്റി പറഞ്ഞു, അത് മാത്രമാണോ? സാമുദായികമായിട്ട് ഒരു ഭിന്നത ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചില്ല. ഇപ്പൊ നോക്കൂ, മികച്ച വിജയം നേടിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവർ മത്സരിച്ചിരുന്ന 2 സീറ്റിലും അതിഗംഭീരമായിട്ടുള്ള വിജയം അവർക്ക് കിട്ടി. പക്ഷെ അവരുടെ മുഖം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറ്റം പറയുന്നു. ലീഗ് SDPI ആയി, ജമാഅത്തെ ഇസ്ലാമി ആയി, വെൽഫെയർ പാർട്ടിയായി എന്ന രീതിയിലേക്ക് പറയുന്നത് 15-ൽ 14 സീറ്റിലും പൊട്ടി തകർന്ന് നിൽക്കുന്ന CPM-ന്റെ നേതാവാണ്. അതിന്റെ വൈരുദ്ധ്യം ആലോചിച്ച് നോക്കൂ. എന്താണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്? എന്ത് തിരുത്തലാണ് വരുത്തുന്നത്? വിമർശിച്ചിരിക്കുന്ന വൈദികനെ വിവരദോഷി എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു വൈദികനെ ഏതൊക്കെ രീതിയിലാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്? അത്
ആയിരിക്കുന്നത് എന്നതിനെപ്പറ്റി ഉത്തമ ബോധ്യമുള്ള ഒരാൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തോൽവി ഉണ്ടായതിനു ശേഷം ഉണ്ടായിരിക്കുന്ന വിമർശനം നടത്തുന്ന ആളിനെ അത് ആരുമായിക്കോട്ടെ വിവരദോഷി എന്ന് പറയുന്നു. തൃശ്ശൂരിൽ BJP ജയിച്ചപ്പോൾ ക്രിസ്ത്യാനികളിൽ നിന്ന് ഒരു വിഭാഗം അവരെ BJP മുസ്ലിം വിരോധം കാരണം മാറ്റിയിരിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള പ്രചരണം പല ആൾക്കാരിൽ നിന്നുണ്ടായി. ഇത് പാർട്ടി ഇടപെട്ട് ഇതിങ്ങനെ അല്ല എന്ന് പറയുമോ? ഈഴവ വോട്ടുകൾ ട്രഡീഷണൽ ആയിട്ട് അവരുടെ വോട്ട് ബാങ്ക് ആയിരുന്നു, അത് ചോർന്നപ്പോൾ അത് എന്താണ് SNDPയുടെ RSS വൽക്കരണമായി എന്ന രീതിയിലത്തേക്ക് പറയുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾക്കും ഞങ്ങളുടെ യജമാനനും യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല, കുഴപ്പം മുഴുവൻ നിങ്ങൾക്കാണ്. പണ്ട് കേട്ടിട്ടില്ലേ എന്താണ് തോറ്റത് ത്രിപുരയാണ് അല്ലാതെ CPM അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാലും ആ പരാജയപ്പെട്ടിരിക്കുന്നതിനെല്ലാം തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ന്യായം പറയുന്നതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ്. നമ്മൾ പലപ്പോഴും തമാശയ്ക്ക് പറയും മൈക്കിന്റെ മണ്ടയിൽ വരെ പിന്നെ ബഹളം ഉണ്ടാക്കി കയറുന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന്. പക്ഷെ അത് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അടിസ്ഥാന വർഗമായിട്ടുള്ള അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗമായിട്ടുള്ള CPMന്റെ കോർ വോട്ടർ ബേസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് തൊഴിലാളികളൊക്കെ. നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണ് അവർ ഈ കോവിഡ് കാലത്തിലൊക്കെ അനുഭവിച്ചത് എന്നതിനെ പറ്റി അറിയാം. അപ്പൊ അവർക്കൊരു വേദി കിട്ടുന്ന സമയത്ത് അവിടെ ഒരു ഡിവൈസിന്റെ ഒരു മാൽ ഫംഗ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ദേഷ്യപ്പെടുക, അത് നന്നാക്കാൻ വരുന്ന ആൾക്കാരോട് ദേഷ്യപ്പെടുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു പെരുമാറ്റം ഒരാളിൽ നൽകുന്നത് ഒരു കൊറിയയിലൊക്കെ ഉള്ള ഒരു ഏകാധിപതിയെ പറ്റി ഉള്ള ഒരു വിളിക്കുവാനൊന്നും സൗകര്യമില്ല, പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ. അത് മാത്രമല്ല, അങ്ങനെ ഓമന പേരിട്ട് വിളിച്ച് മുഖ്യമന്ത്രിയെ ഓമനിക്കാനാണ് താല്പര്യമെങ്കിൽ ആ സഖാക്കൾക്ക് വെളിയിൽ വന്ന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടുള്ള ഒറ്റപ്പെട്ട പൊട്ടലും ചീറ്റലുമാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ കാണുന്നത്. ഞങ്ങൾ അങ്ങനെ മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള ചില കാര്യങ്ങൾ ജില്ലാ കമ്മിറ്റികളിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. മകളുടെ കാര്യത്തിൽ ഒരക്ഷരം പറയാതിരിക്കുന്ന മുഖ്യമന്ത്രിയാണല്ലോ അഡ്വക്കേറ്റ് BN ഹസ്കർ കണ്ടത്. മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചു, നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചു, പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചു, പക്ഷെ മുഖ്യമന്ത്രിക്ക് മാത്രം കുലുക്കമില്ല. ഇപ്പോൾ പാർട്ടി സഖാക്കൾക്ക് തന്നെ അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനമായി ഉന്നയിക്കേണ്ടി വന്നുവല്ലോ. എന്തായാലും ഹസ്കർ, മഞ്ചേശ്വരിയിൽ കാണേണ്ടത് വളരെ കൃത്യമായി CPMനുള്ളിൽ വിമർശനത്തിന്റെ സ്പേസ് വന്നിരിക്കുന്നു. ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനാണ് എന്ന അർത്ഥത്തിലുള്ളത് അതിൽ നിന്ന് മാറി ഇപ്പോ വിമർശന വിധേയനാകുന്നു എന്നത് ശുഭാപ്തികരമായിട്ടുള്ള വാർത്തകളാണ്. അങ്ങനെ വിമർശിക്കുക, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും കയറി വിമർശിച്ചിട്ട് ആ വിമർശനം ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇട്ടിട്ട് തിരികെ പോകുന്ന ആളുകളല്ല. ഞങ്ങൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് സമീപിക്കുമ്പോൾ ഒരു വിമർശനം ഉന്നയിച്ചാൽ ആ വിമർശനത്തിന്റെ ശരിയും സത്യവും കൃത്യമായി ബോധ്യപ്പെടും. ആ ബോധ്യപ്പെട്ടതിന് ശേഷം അതിൽ തെറ്റുകൾ വന്നിട്ടുണ്ട് എങ്കിൽ തിരുത്തുക തന്നെ ചെയ്യും. ഞാനൊക്കെ ചർച്ചയുടെ പല ഘട്ടങ്ങളിലും ചർച്ചയിൽ പറഞ്ഞു, അഭിവന്ദ്യ തിരുമേനിയോട് പറഞ്ഞത് ശരിയല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചു. വിമർശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വിമർശനത്തെ സർഗാത്മകതയോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. ഇവിടെ അദ്ദേഹത്തിന് പിശക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ആളുകൾ ഇന്ന് പാർട്ടിക്കുള്ളിൽ അധികരിച്ചിട്ടുണ്ട്. അത് നാളെ ആകുമ്പോൾ ഈ ശൈലി മാറിയില്ലെങ്കിൽ കൃത്യമായി പാർട്ടിക്കുള്ളിൽ ഒരു ആഭ്യന്തര ധ്രുവീകരണത്തിനുള്ള സാഹചര്യം CPMനുള്ളിൽ ഉണ്ടാകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPM അതിജീവിച്ചേ മതിയാകൂ. താങ്കൾ ഉദ്ദേശിക്കുന്ന വീണ്ടും ഒരു വിഭാഗീയതയാണോ? പിണറായി വിജയൻ തന്നെ വെട്ടിനിരത്തിയ ആ വിഭാഗീയതയാണോ? ഇതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിഭാഗീയത എന്നല്ല പറയുന്നത്, ഉൾപാർട്ടി ജനാധിപത്യം എന്നാണ്. ആ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ സ്വതന്ത്ര കാഹളമാണ് നിങ്ങൾ പെട്ടെന്ന് സിആർ താങ്കൾക്ക് അതിനകത്ത് കൂടുതൽ നിരീക്ഷണം നടത്താൻ പറ്റും. സിആർ, അങ്ങനെ ഒരു കാര്യമുണ്ടോ? അല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ശ്രീ ഹക്സർ കേട്ടില്ല എന്ന് തോന്നുന്നു. 2011 ഒരു VS ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്നാണ് ബംഗാളിലെ ഒരു പത്രപ്രവർത്തകനായ പഴയൊരു SFI നേതാവ് എന്നോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ VSനെ നമ്മൾ ഒതുക്കിയോ കെട്ടിയോ ഇല്ലാതാക്കിയോ അപമാനിച്ചോ അതൊക്കെ നിൽക്കട്ടെ, അതോടുകൂടിയാണ് ഈ പാർട്ടി കീഴ്പോട്ട് പോകുന്നത്. ഞാൻ VS എന്നുള്ള വ്യക്തിയല്ല. ഒരു കൗണ്ടർ ബാലൻസ് ജനാധിപത്യത്തിൽ നിർബന്ധമാണ്. അതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ പ്രതിപക്ഷം വേണമെന്ന് നമ്മൾ പറയുന്നത്, നിയമസഭയിൽ പ്രതിപക്ഷം വേണമെന്ന് പറയുന്നത്. ഇത് പാർട്ടികൾക്കകത്തും പ്രതിപക്ഷമുണ്ട്. അതാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിലേക്ക് CPM എത്തുമെങ്കിൽ വളരെ സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് ഹക്സറോട് യോജിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇനി അത് വരുമോ, അതെങ്ങനെ വരുന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അത് താഴെ നിന്നായിരിക്കില്ല വരിക, അത് മുകളിൽ നിന്ന് വരാനുള്ള ചില സാധ്യതകൾ കൂടി ഞാൻ കാണുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ 3 MPമാർ. ശരി, താങ്കൾ നേരത്തെ വ്യക്തമാക്കിയാണ്. അഭിജിത്ത്, താങ്കൾക്ക് അതിനകത്തൊരു അഭിപ്രായം പറയാൻ താല്പര്യമുണ്ടോ? CPMന്റെ ആഭ്യന്തര വിഷയമാണ്.
CPM-ന്റെ ആഭ്യന്തര വിഷയമാണ്. വിഭാഗീയതയിലേക്കൊന്നും അത് വരുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റുകയില്ല. എങ്കിലും ആ കാര്യത്തിലൊരു നിലപാടുണ്ടോ താങ്കൾക്ക്? അല്ല, ശ്രീ അഷ്കർ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അഷ്കർ അത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് കേട്ടോ, നിങ്ങൾ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടോ, നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട CPM-ന്റെ ഏതെങ്കിലും ഭാരവാഹികൾ പറയുന്നത് കേട്ടോ? ആ കേട്ടോ എന്ന ചോദ്യത്തിൽ ഉണ്ട് എന്നാണ് മറുപടി എങ്കിൽ ശരിയാണ്. അസ്കർ പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വെറുതെ കാത്തിരിക്കാം. ഇല്ലെങ്കിൽ ഇത് ഇവിടൊക്കെ തന്നെ ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറയുന്ന പോലെ ആകാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ചോദ്യം ചെയ്യുന്ന ആളുകൾ, ഞാൻ ചോദിക്കുന്നു, ഞാൻ നേരത്തെ ഒരു ഉദാഹരണം സൂചിപ്പിച്ചു, പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് G. സുധാകരനെ വിളിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ CPM-ന്റെ അപജയത്തെ തുറന്നു കാണിച്ചു എന്നതുകൊണ്ടാണ്. അപ്പൊ അത്രയും മുതിർന്ന നേതാക്കളെ പോലും പൊളിറ്റിക്കൽ ക്രിമിനലുകളാക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടിയും സംവിധാനവും എവിടെയാണ് തിരുത്തുന്നത് എന്ന് നമ്മൾ ജില്ലാ കമ്മിറ്റികളിൽ ഔദ്യോഗിക പക്ഷം എന്ന രീതിയിൽ പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടന്നു. 2026 അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചാലേ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ എന്ന രീതിയിൽ. മാത്രമല്ല 2021 താങ്കൾ പറഞ്ഞ പോലെ തുടർഭരണം നേടിക്കൊടുത്ത ആളാണ്. ഇതുമുണ്ട്. അപ്പോൾ വിഭാഗീയത ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യമായിട്ടുണ്ടോ ഇല്ലയോ? അല്ല, നോക്കൂ, ഇത് 2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എന്ത് രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് പാർട്ടി നടത്തേണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചർച്ചയിലേക്ക് ഇത് അൾട്ടിമേറ്റ്ലി ബോയിൽ ഡൗൺ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ അതിനെ കണ്ടുകൊണ്ടാണ് ശ്രീ P. ജയരാജനെ പോലെയുള്ള ആൾക്കാർ വടകരയിൽ ശ്രീമതി KK ശൈലജ പരാജയപ്പെട്ടതിന്റെ കാരണം എന്താണ് എന്നും KK ശൈലജ ഡൽഹിയിലേക്ക് പോകേണ്ടുന്ന ആളല്ല, ഇവിടെ അടുത്ത മുഖ്യമന്ത്രിയാകേണ്ടുന്ന ആളാണ് എന്ന രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് അവരെ തോൽപ്പിക്കാനായിട്ട് ആൾക്കാർ തീരുമാനിച്ചത്, മറ്റു കാരണങ്ങളൊന്നുമല്ല അതിന് പിന്നിൽ എന്നുമൊക്കെ പറയുന്നത് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അപഹാസ്യമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള വാദങ്ങളാണ്. പക്ഷെ അതിനുള്ളിൽ അദ്ദേഹം ഈ നല്ല വർണ്ണക്കടലാസിനുള്ളിൽ അദ്ദേഹം ഒളിപ്പിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് 2026 വരേണ്ടുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് എന്നാണ്. എന്ന് വെച്ചാൽ എന്ത് രീതിയിലുള്ള പ്രതിച്ഛായയിലൂടെയാണ് ഇനി ഭരണം നിലനിർത്താനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഒരുപക്ഷെ ഈ നേതാക്കന്മാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വാസ്തവമാണ് എന്നുള്ള അസംഷനിലാണ് ഇത് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു വിഭാഗീയത, അല്ലെങ്കിൽ പിണറായി പക്ഷവും അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പക്ഷവും, ആ രണ്ട് പക്ഷങ്ങളെ നിയന്ത്രിക്കുന്നതും നേതൃത്വം നൽകുന്നതും ആരായിരിക്കാം, അതിന് പിന്നിൽ ചരടുവലി നടത്തുന്നത് ആരായിരിക്കാം തുടങ്ങിയ രീതിയിലുള്ള ചിന്തകളും ഇതിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്കിത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു പിണറായി വിമർശനം CPM-ൽ നിന്ന് ഉണ്ടാകുന്നു എന്ന രീതിയിലേക്ക് ഒരു തരത്തിലും ചിന്തിക്കാനായിട്ട് കഴിയില്ല. നേരെ മറിച്ച് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഏകപക്ഷീയമായിട്ടുള്ള പിണറായി ഭക്തി എന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ CPM-ന്റെ ഘടകങ്ങളും കാണിച്ചിരുന്നിടത്ത് നിന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു അബറേഷൻ സംഭവിച്ചിരിക്കുന്നു. അത് പലപ്പോഴും നേരിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത ആൾക്കാരാണ് ഈ ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഏത് രീതിയിലുള്ള അഭിപ്രായമാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതിനെ പറ്റി എനിക്കിപ്പോഴും ആശയം. നന്ദി ശ്രീ KM അഭിജിത്ത്, ശ്രീ CR നീലകണ്ഠൻ. ഡിബേറ്റ് അവസാനിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: CPM ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം തിരുത്തലിന് കാരണമാകുമോ? കാരണമാകുമെന്ന് 29% പ്രേക്ഷകർ മാത്രം, ഇല്ല എന്ന് 68%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.